നമസ്കാരം. മുഖ്യമന്ത്രിക്കെതിരെ സമീപകാലത്ത് ഉയർന്നു വന്ന ആരോപണങ്ങളെല്ലാം തള്ളിക്കൊണ്ട് ഇന്നലെ CPM സംസ്ഥാന സെക്രട്ടറി ഉയർത്തിയ ആരോപണം പിണറായി വിജയനെതിരെ ഉയരുന്ന ആരോപണങ്ങൾക്ക് പിന്നിൽ ഒരു മഴവിൽ സഖ്യമാണ് എന്നാണ്. വിമോചന സമരകാലത്തെ അനുസ്മരിപ്പിക്കുന്നതാണ് ഇതെന്ന് MV ഗോവിന്ദൻ വിശേഷിപ്പിക്കുന്നു. പിണറായി വിജയൻ സർക്കാരിനെ വിമർശിക്കുന്നവരെല്ലാം ഈ മഴവിൽ സഖ്യത്തിലുള്ളവരാണോ? ആരൊക്കെയാണ് ഈ സഖ്യത്തിൽ ഉള്ളത്? സ്വാഗതം സ്പെഷ്യൽ എഡിഷനിലേക്ക്. നമ്മളോടൊപ്പം അതിഥികളായി CPM വക്താവ് ഡോക്ടർ KS അരുൺകുമാർ, കോൺഗ്രസ് വക്താവ് KS ശബരിനാഥൻ, ജമാഅത്തെ ഇസ്ലാമിയുടെ വക്താവ് T മുഹമ്മദ് വേളം എന്നിവർ. ആദ്യം മുഹമ്മദ് വേളം, സാധാരണ രീതിയിൽ CPM തെരഞ്ഞെടുപ്പ് കാലത്ത് ഒരു സഖ്യത്തെക്കുറിച്ച്, സർക്കാരിനെതിരെയുള്ള സഖ്യത്തെക്കുറിച്ച് സംസാരിക്കാറുണ്ട്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിലും അതിന് തൊട്ടു മുമ്പ് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലുമൊക്കെ ഒരു സഖ്യം ഉണ്ട് എന്ന് പറയാറുണ്ട്. ഇപ്പോൾ നേരത്തെ അത് ഹസൻ, അമീർ, കുഞ്ഞാലിക്കുട്ടി എന്നൊക്കെ വിശദീകരിച്ച ഒരു സഖ്യം ഉണ്ടായിരുന്നു. ഇന്നത് SDPI, ലീഗ്, ജമാഅത്തെ ഇസ്ലാമി പറയുന്നു. എല്ലാ തെരഞ്ഞെടുപ്പ് കാലത്തും നിങ്ങൾക്കെതിരെ ആ ഒരു ആരോപണം വരാറുണ്ട്. ഇപ്പോൾ സവിശേഷമായി സർക്കാരിനെതിരെ, പിണറായി വിജയൻ സർക്കാരിനെതിരെ വരുന്ന ആക്രമണങ്ങൾക്ക് പിന്നിൽ, വിമർശനങ്ങൾക്ക് പിന്നിൽ ഒരു മഴവിൽ സഖ്യമാണ്. അതിൽ സംഘപരിവാറിനെ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. മുസ്ലിം ലീഗ്, SDPI, ജമാഅത്തെ ഇസ്ലാമിയുണ്ട്. UDF ഈ സവിശേഷമായി തന്നെ പിണറായി വിജയൻ സർക്കാരിനെ ഒരു സംഘപരിവാർ സർക്കാരായി ചിത്രീകരിക്കാൻ ശ്രമിക്കുന്നുണ്ട്. അങ്ങനെ പോകുന്നു ഈ ആരോപണങ്ങൾ. ഇത് ഈ ഒരു സ്ട്രാറ്റജി ഇത് കുറച്ച് നേരത്തെയായോ അതോ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന് വേണ്ടിയുള്ളതാണോ? നിങ്ങൾ ഈ സഖ്യത്തിലുണ്ടോ? ജമാഅത്തെ ഇസ്ലാമി ഈ സഖ്യത്തിലുണ്ടോ? അജിംസെ, ഇത് ഇപ്പോൾ CPMനെതിരെ പൊതുവിൽ ഉന്നയിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ആരോപണം അവർ സംഘപരിവാറിന് ഇവിടെ അവസരമൊരുക്കുകയാണ്, ഫെസിലിറ്റേഷൻ നടത്തുകയാണെന്നാണ്. ആ ആരോപണത്തിൽ സംഘപരിവാറുമുണ്ട് എന്നാണോ പാർട്ടി സെക്രട്ടറി പറയുന്നത്? ഇനി പാർട്ടി സെക്രട്ടറി വലിയ സിദ്ധാന്തമായിട്ട് പറയുന്നത് ഈ മതന്യൂനപക്ഷങ്ങളെ ജനാധിപത്യവൽക്കരണ പ്രക്രിയയിൽ നിന്ന് എന്തോ അകറ്റിക്കളയുന്നു എന്നാണ്. ജമാഅത്തെ ഇസ്ലാമി തെരഞ്ഞെടുപ്പുകൾ ചെയ്യുന്നത് വ്യത്യസ്ത മതനിരപേക്ഷ കക്ഷികളെ പിന്തുണയ്ക്കുകയാണ്. CPMനെ പിന്തുണച്ചിട്ടുണ്ട്, കോൺഗ്രസിനെ പിന്തുണച്ചിട്ടുണ്ട്. ഈ CPMനെ പിന്തുണച്ചാൽ അത് മതനിരപേക്ഷ ജനാധിപത്യവൽക്കരണവും, കോൺഗ്രസിനെ പിന്തുണച്ചാൽ, കോൺഗ്രസ് എന്ന് പറഞ്ഞാൽ കോൺഗ്രസ്, മുസ്ലിം ലീഗ്, RSP, കേരള കോൺഗ്രസ്, ജേക്കബ് ഗ്രൂപ്പ്, ഈ 4 പാർട്ടികളെ പിന്തുണച്ചാൽ അത് മതന്യൂനപക്ഷങ്ങളെ തീവ്രവാദവൽക്കരിക്കലും ആകുന്നതിൻ്റെ ഒരു ഗുട്ടൻസ് പാർട്ടി വക്താവ് ഇവിടെ വിശദീകരിക്കുമായിരിക്കും. ഞാൻ പഴയ 1-2 ഉദ്ധരണികൾ വായിക്കാം. 2011 ജമാഅത്തെ ഇസ്ലാമിയുമായി ഉണ്ടായ ചർച്ചകളെ തുടർന്ന് കേരളത്തിൽ വിവാദമുണ്ടായപ്പോൾ പിണറായി വിജയൻ പ്രതികരിച്ചത്, ഞാൻ ഉദ്ധരിക്കുന്നത് മാതൃഭൂമി ദിനപത്രം 2011 ഏപ്രിൽ 5 ചൊവ്വാഴ്ച റിപ്പോർട്ട് ചെയ്തതാണ്. പിണറായി വിജയൻ പറഞ്ഞത്, ജമാഅത്തെ ഇസ്ലാമി നേതാക്കളുമായി സംസാരിച്ചത് വാസ്തവമാണ്. ഇനി അഭിപ്രായം വ്യക്തമാക്കേണ്ടത് അവരാണ്. അഥവാ ചർച്ച നടന്നു, ജമാഅത്തെ ഇസ്ലാമി രാഷ്ട്രീയ തെരഞ്ഞെടുപ്പ് നിലപാട് വ്യക്തമാക്കിയിട്ടില്ല, ഇനി അവരാണ് പറയേണ്ടത്. അവർ ഒരു കൂട്ടം നേതാക്കൾ മാന്യമായി ഞങ്ങളെ വന്നു കണ്ടു, സംസാരിച്ചു. LDFന് ഒരു നയമുണ്ട്, ഞങ്ങൾ അവരെ LDFൽ എടുത്തിട്ടില്ല, എടുക്കാൻ അവർ ആവശ്യപ്പെട്ടിട്ടുമില്ല. ഒരു കൂട്ടർ വന്ന് സംസാരിച്ചു എന്ന് കേൾക്കുമ്പോഴേക്കും കോൺഗ്രസ് വേവലാതിപ്പെടുന്നത് എന്തിനാണ്? ഞാൻ ആവർത്തിക്കാം, മാതൃഭൂമി ദിനപത്രം 2011 ഏപ്രിൽ 5 ചൊവ്വ. ഇനി മറ്റൊരു റിപ്പോർട്ട്, മനോരമയുടെ റിപ്പോർട്ട് ഞാൻ വായിക്കാം. 2011 തന്നെ ഏപ്രിൽ 4 തിങ്കളാഴ്ച. ജമാഅത്തെ ഇസ്ലാമിയുമായുണ്ടായ ചർച്ചകൾക്ക് ശേഷം വടക്കാഞ്ചേരിയിൽ നടന്ന രാഷ്ട്രീയ വിശദീകരണ സമ്മേളനത്തിൽ പിണറായി വിജയൻ പറഞ്ഞത്, ജമാഅത്തെ ഇസ്ലാമിയുമായി മുമ്പും ചർച്ചകൾ നടത്താറുണ്ട്. ഇടക്കാലത്ത് ബന്ധം മോശമായതിനാൽ കിനാലൂർ സമരത്തെ തുടർന്നുണ്ടായ പ്രശ്നം മുടങ്ങിയതാണ്. ജമാഅത്തുമായി പാർട്ടി രഹസ്യ ചർച്ചയൊന്നും നടത്തിയിട്ടില്ല. എന്നെ കാണാൻ അവർ തലയിൽ മുണ്ടിട്ടല്ല വന്നത്. 1996 ജമാഅത്തെ ഇസ്ലാമി ഇടതുപക്ഷത്തിന് എൻ ബ്ലോക്കായിട്ട് പിന്തുണ നൽകുന്നത് 96-ലാണ്. 1996 ഏപ്രിൽ 22 തിങ്കളാഴ്ച ദേശാഭിമാനി എഴുതിയ മുഖപ്രസംഗത്തിൽ അന്ന് CBCI എന്ന് പറയുന്ന ക്രിസ്ത്യൻ സംഘടന ഇടതുപക്ഷത്തെ പിന്തുണച്ചിരുന്നു, ജമാഅത്തെ ഇസ്ലാമിയും പിന്തുണച്ചിരുന്നു. രണ്ടിനെയും കുറിച്ച്, ക്രിസ്ത്യൻ പിന്തുണയെക്കുറിച്ച് പറഞ്ഞ ശേഷം ക്രിസ്ത്യൻ പുരോഹിതന്മാരുടെ ഈ അഭ്യർത്ഥന വന്നതിനെ തൊട്ടുപിറകെയാണ് ജമാഅത്തെ ഇസ്ലാമിയുടെ കേരള ഘടകത്തിൻ്റെ തീരുമാനവും പുറത്തു വന്നത്. ദേശാഭിമാനിയുടെ എഡിറ്റോറിയലാണ്. വരുന്ന ലോക്സഭാ നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ ഇടതുപക്ഷ ജനാധിപത്യ സ്ഥാനാർത്ഥികൾ വോട്ട് ചെയ്യാനാണ്. ഇത് പല കാലഘട്ടങ്ങളിൽ നിങ്ങൾ CPMനെ പിന്തുണച്ചതിന്റെ തെളിവാണ് നിങ്ങൾ പറയുന്നത്. ഇപ്പോഴത്തെ പ്രശ്നം സവിശേഷമായ ഒരു കണ്ടംപററി ഇഷ്യൂസ് ആണ്. അതായത് ഇപ്പോൾ നിങ്ങൾ എന്തായാലും CPMന് വോട്ട് ചെയ്തതായിട്ട് അറിയില്ല കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിലൊന്നും. ഇവിടെ പ്രശ്നം ഇപ്പോൾ നടക്കുന്ന ഈ ആക്രമണത്തിൽ നിങ്ങളുണ്ട്.
എന്നുള്ളതാണ്. നിങ്ങൾ സവിശേഷമായി പിണറായി വിജയൻ സർക്കാരിനൊരു സംഘപരിവാർ സർക്കാരായി ചിത്രീകരിക്കുന്നു. ആ മഴവിൽ സഖ്യത്തിൽ നിങ്ങളുണ്ടോ എന്നാണ് ചോദ്യം. ജമാഅത്തെ ഇസ്ലാമി ദൈനംദിന രാഷ്ട്രീയത്തിൽ ഓരോ കാര്യത്തിലും നിലപാടുകൾ വ്യക്തമാക്കി അങ്ങനെ മുന്നോട്ട് പോകുന്ന ഒരു പ്രസ്ഥാനമല്ല. ആവശ്യമായ സന്ദർഭങ്ങളിൽ നിലപാടുകൾ പറയാറുണ്ട്. ഏറ്റവും ഒടുവിൽ ഈ വിഷയത്തിലേക്ക് ജമാഅത്തെ ഇസ്ലാമിയെ പാർട്ടി സെക്രട്ടറിയും മന്ത്രി റിയാസും വലിച്ചിഴച്ച സന്ദർഭത്തിൽ ബഹുമാന്യനായ ജമാഅത്തെ ഇസ്ലാമിയുടെ കേരള അമീർ അതിൻ്റെ നിലപാടുകൾ വിശദീകരിച്ചുകൊണ്ട് പത്രസമ്മേളനം നടത്തുകയുണ്ടായി. അത് നിങ്ങളുടെ മാധ്യമപ്രവർത്തകരുടെയും പൊതുജനങ്ങളുടെയും ശ്രദ്ധയിൽ ഉണ്ടായിരിക്കും. എന്നല്ലാതെ അതിനു മുമ്പ് ജമാഅത്തെ ഇസ്ലാമി ഈ പ്രശ്നത്തിൽ അഭിപ്രായ പ്രകടനം പോലും നടത്തിയിട്ടില്ല. ജമാഅത്തെ ഇസ്ലാമി ചെയ്ത കാര്യം, കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ജമാഅത്തെ ഇസ്ലാമിയുടെ പ്രവർത്തകർ ഉൾക്കൊള്ളുന്ന രാഷ്ട്രീയ പ്രസ്ഥാനം ഐക്യജനാധിപത്യ മുന്നണിയെ കേരളത്തിലെ 20 മണ്ഡലങ്ങളിലും പിന്തുണച്ചിരുന്നു. അതേപോലെ അതിനു മുമ്പ് നടന്ന 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിലും ജമാഅത്തെ ഇസ്ലാമി ദേശീയ വ്യാപകമായി കോൺഗ്രസിനെയും കേരളത്തിൽ UDF-നെയും പിന്തുണച്ചിരുന്നു. ഇതിനെക്കുറിച്ചാണ് CPM ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ. അതിനെ തുടർന്നാണ് 2019 UDF-നെ പിന്തുണച്ചതിനെ തുടർന്നാണ് CPIM ഇങ്ങനെയൊരു ആരോപണം ഉന്നയിച്ചു തുടങ്ങിയത്. അതിനു മുമ്പും ഇവിടെ ജമാഅത്തെ ഇസ്ലാമിയുണ്ട്, അതിനു മുമ്പും ഇവിടെ CPIM ഉണ്ട്. CPIM ഇങ്ങനെ ഒരു ആരോപണം ഇല്ല എന്ന് മാത്രമല്ല, അതായത് സംഘപരിവാറിനെ പോലെ തന്നെ തുല്യമായി എതിർക്കപ്പെടേണ്ട ഒന്നാണ് ഈ CPM എന്ന അഭിപ്രായം നിങ്ങൾക്കുണ്ടോ? ഒരിക്കലുമില്ല. CPM തീർച്ചയായും ഒരു മതനിരപേക്ഷ പ്രസ്ഥാനമാണ്. മതനിരപേക്ഷ പ്രസ്ഥാനമായതുകൊണ്ടാണല്ലോ കഴിഞ്ഞ കാലങ്ങൾ ഒരു ഫാഷിസ്റ്റ് സംഘടനയെ, ഒരു സംഘപരിവാർ സമാനമായ സംഘടനയെ ജമാഅത്തെ ഇസ്ലാമി എങ്ങനെയാണ് കഴിഞ്ഞ കാലങ്ങളിൽ പിന്തുണക്കുക? ജമാഅത്തെ ഇസ്ലാമി പിന്തുണച്ചത് CPIM സംഘപരിവാർ സമാനമായ ഒരു സംഘടനയല്ല എന്ന കാരണത്താൽ തന്നെയാണ്. ആ സന്ദർഭത്തിൽ തീർച്ചയായും പിന്തുണക്കപ്പെടേണ്ടുന്ന, പ്രിഫറൻസ് നൽകേണ്ടുന്ന ഒരു മതേതര രാഷ്ട്രീയ പ്രസ്ഥാനം എന്ന നിലക്ക് തന്നെയാണ്. അല്ല, ഇപ്പോൾ നിങ്ങൾക്ക് അഭിപ്രായമുണ്ട്. അതായത് പിണറായി വിജയൻ മുഖ്യമന്ത്രി ആയതിനു ശേഷം ഒരു നിമിഷം, ഈ പിണറായി വിജയൻ മുഖ്യമന്ത്രി ആയതിനു ശേഷം CPM-ന് അങ്ങനെ ഒരു ചായ്വ് ഉണ്ടായി, അവർ എതിർക്കപ്പെടേണ്ടത് അവരാണ് എന്നൊരു നിലപാട് നിങ്ങൾക്കുണ്ടോ? പിണറായി വിജയൻ മുഖ്യമന്ത്രിയായ ശേഷം CPIM-ന് സവിശേഷമായി എന്തോ സംഭവിച്ചിട്ടുണ്ടോ എന്ന് പരിശോധിക്കേണ്ടത് ഞങ്ങളല്ല, പാർട്ടിയാണ് പരിശോധിക്കേണ്ടത്. ഞങ്ങൾ അഭിപ്രായം പറയുന്നത് പിണറായി വിജയൻ മുഖ്യമന്ത്രിയായ ശേഷം പാർട്ടിക്ക് എന്തോ പ്രത്യേകിച്ച് സംഭവിച്ചോ എന്ന വിഷയമല്ല, അത് പാർട്ടിയുടെ വിഷയമാണ്. ഇപ്പോൾ നടക്കുന്ന ഭരണത്തെക്കുറിച്ചുള്ള വിലയിരുത്തലുകൾ അത് ഞങ്ങൾ ഉന്നയിച്ചതല്ല. ഇടതുപക്ഷത്തിൻ്റെ തന്നെ ഭാഗമായിരുന്ന ഒരു MLA ഈ പ്രശ്നം ഉന്നയിക്കുന്നു. ആ പ്രശ്നത്തെ തുടർന്ന് ഏറ്റവും ഒടുവിൽ നടപടിയെടുക്കും എന്ന് പറഞ്ഞല്ലോ, റിപ്പോർട്ട് സമർപ്പിച്ചല്ലോ. അതേപോലെ ഇടതുപക്ഷത്തിൻ്റെ തന്നെ രണ്ടാമത്തെ ഘടകകക്ഷി ഇതിൽ നിലപാടുകൾ സ്വീകരിക്കണം, ADGP-ക്കെതിരെ നടപടി സ്വീകരിക്കണമെന്ന് പറഞ്ഞല്ലോ. ഇതൊന്നും ജമാഅത്തെ ഇസ്ലാമി പറഞ്ഞ കാര്യങ്ങളല്ലല്ലോ. അതായത് ആ വിമർശനം നിങ്ങൾ പങ്കുവെക്കുന്നുണ്ടോ? PV അൻവർ ഉന്നയിക്കുന്ന ആക്ഷേപങ്ങൾ നിങ്ങളും പങ്കുവെക്കുന്നുണ്ടോ? ഇല്ല, PV അൻവർ ഉന്നയിക്കുന്ന എല്ലാ ആക്ഷേപങ്ങളും പങ്കുവെക്കുകയല്ല ചെയ്യുന്നത്. തീർച്ചയായിട്ടും കേരളത്തിലെ CPIM-ഉം RSS-ഉം തമ്മിൽ ബന്ധങ്ങളുണ്ട്. തൃശ്ശൂരിലെ തെരഞ്ഞെടുപ്പിൽ തൃശ്ശൂർ BJP-ക്ക് ലഭിച്ചതിൽ തീർച്ചയായും ചില ഡീലുകൾ നടന്നു എന്ന് സംശയിക്കേണ്ടതുണ്ട്. അതേപോലെ RSS-ന് അനുകൂലമായ ധാരാളം നിലപാടുകൾ. ഒറ്റ കാര്യം നിങ്ങൾ ആലോചിച്ച് നോക്കുക, ഈ ADGP നമ്മുടെ എലത്തൂർ ട്രെയിൻ ആക്രമണത്തിൻ്റെ സമയത്ത് ഈ പ്രതി ഷാഹിൻ ബാഗിൽ നിന്ന് വന്നതാണ്. ആ ഷാഹിൻ ബാഗ് എന്താണെന്ന് നിങ്ങൾക്കറിയാമല്ലോ, പൗരത്വ സമരമാണത്. ഈ പൗരത്വ സമരത്തെ ദേശീയ തലത്തിലും സംസ്ഥാന തലത്തിലും CPIM ഉൾപ്പെടെയുള്ള ഇടത് പാർട്ടികൾ പിന്തുണച്ച സമരമാണ്. ആ സമരത്തെ അപകീർത്തിപ്പെടുത്തുന്ന സ്വഭാവത്തിൽ ഇന്ത്യയിലെ അടുത്ത കാലത്ത് നടന്ന ഏറ്റവും ജനകീയമായ, ഏറ്റവും ജെന്യൂനായ ഒരു ജനകീയ പ്രശ്നത്തെ തുടർന്ന് വളരെ സ്പോണ്ടേനിയസായി ഉയർന്നു വന്ന ഒരു ജനകീയ സമരത്തെ അപകീർത്തിപ്പെടുത്തുന്ന, അതിൻ്റെ പിന്നിലുള്ള ജനവിഭാഗങ്ങളെ തീവ്രവാദ ചാപ്പ കുത്തുന്ന സ്വഭാവത്തിൽ സംസാരിച്ചിട്ട് അതിനെക്കുറിച്ച് പാർട്ടിയോ മുഖ്യമന്ത്രിയോ എന്തെങ്കിലും പറയുകയോ നടപടി സ്വീകരിക്കുകയോ ചെയ്തിട്ടുണ്ടോ? അവരുടെ തന്നെ രാഷ്ട്രീയ നിലപാട്. ഇത് ജമാഅത്തെ ഇസ്ലാമിയുടെ നിലപാടല്ല, ഇത് CPIM-ന്റെ പ്രഖ്യാപിത നിലപാടാണ്. ആ നിലപാട് CPIM-ന് ഇല്ലെങ്കിൽ പാർട്ടി പ്രതിനിധിക്ക് പറയാം, ഞങ്ങൾ പൗരത്വ സമരത്തിനെതിരാണ്, അവരൊക്കെ ഷാഹിൻ ബാഗ് തീവ്രവാദികളുടെ കേന്ദ്രമാണ് എന്നാണ് പാർട്ടി നിലപാടെങ്കിൽ അത് പാർട്ടി പ്രതിനിധി പറയണം. ഞാനിപ്പോഴും മനസ്സിലാക്കുന്നത് അത് CPIM-ന്റെ നിലപാട് പൗരത്വ സമരത്തിന് അനുകൂലമാണ് എന്നാണ്. അതിനെതിരായിട്ട് ഉത്തരവാദപ്പെട്ട ഒരു സർക്കാർ ഉദ്യോഗസ്ഥൻ ഇങ്ങനെ പറഞ്ഞിട്ട് എന്തെങ്കിലും നടപടി സ്വീകരിച്ചോ? എന്തുകൊണ്ട് സ്വീകരിച്ചില്ല? സ്വീകരിക്കാൻ കഴിയാത്ത നിസ്സഹായത പാർട്ടിക്കും സർക്കാരിനും ഉണ്ട് എന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. ശരി, മുഹമ്മദ് അഡ്വക്കേറ്റ് അരുൺകുമാർ, ഇന്നലെ പാർട്ടി സെക്രട്ടറി MV ഗോവിന്ദൻ
വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞത് ഇപ്പോൾ പിണറായി വിജയൻ സർക്കാരിന് തന്നെ നടക്കുന്ന വിമർശനങ്ങൾ, ആക്രമണങ്ങൾ, അതൊരു ഓർക്കസ്ട്രേറ്റഡ് രീതിയിലാണ്, അതിന് പിന്നെ ഒരു മഴവിൽ സഖ്യമാണ്. അത് ആരൊക്കെയെന്ന് ചോദിക്കുമ്പോൾ അതിലെല്ലാവരും ഉണ്ട് എന്നാണ് പറയുന്നത്. അദ്ദേഹം സംഘപരിവാറിന് പേരെടുത്ത് പറയുന്നുണ്ട്, UDF ഇത് ചെയ്യുന്നുണ്ട്, മറ്റൊന്ന് ജമാഅത്തെ ഇസ്ലാമി, SDPI, മുസ്ലിം ലീഗിനെ കൂടി അതിലേക്ക് പെടുത്തിയിട്ടുണ്ട്. യഥാർത്ഥത്തിൽ ഈ മഴവിൽ സഖ്യത്തിൽ വേറെ ആരൊക്കെയാണുള്ളത്? ഇവർ ആദ്യമായാണോ ഈ CPM-നും LDF സർക്കാരിനുമെതിരെ ഒരുമിക്കുന്നത്? ഇവിടെ എന്നൊക്കെ ഇടതുപക്ഷം കേരളത്തിൽ അധികാരത്തിൽ വന്നിട്ടുണ്ടോ അന്നെല്ലാം ഈ മഴവിൽ മഹാസഖ്യം രൂപപ്പെട്ടിട്ടുണ്ട് എന്ന് താങ്കൾക്കറിയാമല്ലോ. 1957 ലോകത്തിന് മാതൃകയായി അധികാരത്തിൽ വന്ന കമ്മ്യൂണിസ്റ്റ് ഗവൺമെന്റിനെ തകർക്കാൻ വിമോചന സമരത്തിന്റെ ഭാഗമായി 1959 അണിനിരന്നതാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ആദ്യത്തെ ഉദാഹരണം. ഏറ്റവും അവസാനത്തെ ഉദാഹരണം ഇതിനു മുമ്പ് ഉണ്ടായിരുന്നത് 2020 ഒക്ടോബർ മാസം മുതൽ ഈ കേരളത്തിലെ ഒന്നാം പിണറായി സർക്കാരിനെ ദുർബലപ്പെടുത്താനും താഴെ ഇറക്കാനും ഇനി ഒരിക്കലും കമ്മ്യൂണിസ്റ്റ് പാർട്ടി അധികാരത്തിൽ വരാതിരിക്കാനും വേണ്ടി നടത്തിയ ശ്രമമാണ്. അത് നമ്മുടെ മുന്നിൽ നിരവധി ഉദാഹരണങ്ങളുണ്ട്. സ്വർണ്ണക്കള്ളക്കടത്ത്, ബിരിയാണി ചെമ്പ്, ഖുറാന്റെ രൂപത്തിലുള്ള സ്വർണം, CBI, NIA, മറ്റേ കസ്റ്റംസ്, ED, അങ്ങനെ ഒരു ഭാഗത്ത് അത്തരത്തിലുള്ള ഇൻവെസ്റ്റിഗേഷൻ ഏജൻസികളും മാധ്യമങ്ങളും നടത്തിയ വലിയ സമാനതകളില്ലാത്ത ഒരു ഭീകരാക്രമണം തന്നെ നമ്മൾ കണ്ടു. പത്രം തുറന്നാൽ എഡിറ്റോറിയലെല്ലാം ഇടതുപക്ഷ വിരുദ്ധത, ചാനലുകളിലെ ബ്രേക്കിംഗ് ന്യൂസും ന്യൂസ് അവറുകളും എല്ലാം നമ്മുടെ മുന്നിലുണ്ട്. അത് ഏകദേശം 1.5 വർഷം നീണ്ടു നിന്നു. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ റിസൾട്ട് വരുന്നത് വരെ ആ ആക്രമണം ഏകദേശം 1.5 വർഷം നീണ്ടു നിന്നു. ഇനി അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പ് 2026 ഇനി ഏകദേശം 1.5 വർഷമാണുള്ളത്. ഇപ്പൊ അജണ്ട വച്ചുകൊണ്ടുള്ള പ്രവർത്തനം ആരംഭിച്ചു. ഇപ്പൊ ഞാൻ വരുന്നത് ഈ ഒന്നാമതാകാൻ മത്സരിക്കുന്ന ഒരു ചാനലിലെ ചർച്ച കഴിഞ്ഞിട്ടാണ്. 8 മണി മുതൽ 9 മണി വരെ. അതാണ് ഒരു 5 മിനിറ്റ് വൈകിയത്. അവിടെ CPM പ്രതിനിധിയായിട്ട് എന്നെ നേരിടാൻ നിൽക്കുന്നത് കോൺഗ്രസിന്റെ പ്രതിനിധി, ലീഗിന്റെ പ്രതിനിധി, വാ തുറന്നാൽ ഇടതുപക്ഷ വിരുദ്ധത പറയുന്ന ഒരു വലതുപക്ഷ നിരീക്ഷകൻ, പിന്നെ പ്ലസ് ആങ്കർ, 4 പേരാണ് ഒരു CPM പ്രതിനിധിയെ നേരിടാനായിട്ട് ആ ചാനലിൽ അണിനിരന്നത്. ഇത് ഏതെങ്കിലും ഒരു ചാനലിലെ സ്ഥിതിയല്ല. കുറച്ച് നാളായി പ്രധാനപ്പെട്ട എല്ലാ ചാനലുകളും, പ്രത്യേകിച്ച് 1ാം സ്ഥാനത്തിന് വേണ്ടി മത്സരിക്കുന്നവരെല്ലാം ഇടതുപക്ഷ വിരുദ്ധരെ മാത്രം അണിനിരത്തും. പേരിന് ഒരു CPM കാരനെയും അണിനിരത്തുന്ന ഒരു സാഹചര്യം ഞാൻ കാണുകയാണ്. ഞാൻ ഉദാഹരണം പറഞ്ഞതാണ്. മാധ്യമങ്ങൾ എടുത്തു നോക്കുക, ചാനലുകൾ എടുത്തു നോക്കുക. സത്യസന്ധമായി റിപ്പോർട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നില്ല. ഇന്നലെ ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി സുപ്രധാനമായിട്ടുള്ള ഒരു ഇടക്കാല ഉത്തരവിലൂടെ ഒരു ഡയറക്ഷൻ കേന്ദ്ര ഗവൺമെന്റിന് കൊടുത്തു. വയനാട് ഉരുൾപൊട്ടൽ നടന്ന് ഇത്രയും നാളായി 66 ദിവസമായിട്ടും നയാ പൈസ ഈ കേരളത്തിന് കൊടുക്കാത്തത് എന്താണ് എന്ന് 2 ആഴ്ചയ്ക്കുള്ളിൽ നിങ്ങൾ അഫിഡവിറ്റ് ഫയൽ ചെയ്യണമെന്ന് പറഞ്ഞു. ഈ ഉരുൾപൊട്ടൽ ഉണ്ടായതിനു ശേഷം ത്രിപുരയ്ക്ക് കൊടുത്തു, തെലങ്കാനയ്ക്ക് കൊടുത്തു, ആന്ധ്രയ്ക്ക് കൊടുത്തു, ബീഹാറിന് കൊടുത്തു, സിക്കിമിന് കൊടുത്തു, നാഗാലാൻഡിന് കൊടുത്തു. അതെല്ലാം ഇതിലും ചെറിയ പ്രകൃതി ദുരന്തമുണ്ടായി വളരെ കുറച്ച് ആളുകൾ മരണപ്പെട്ടു. ഏത് ചാനൽ, പ്രധാനപ്പെട്ട ന്യൂസ് അവറുകൾ ഇതിനു വേണ്ടി പ്രധാനപ്പെട്ട വാർത്തയായി അത് സംപ്രേഷണം ചെയ്യുന്ന സാഹചര്യം ഉണ്ടായി? ഒന്നിരുന്ന് ചർച്ച ചെയ്യണ്ടേ? കേരളത്തിൽ ഈ ദുരന്തത്തിൽപ്പെട്ടവർക്ക് വേണ്ടിയിട്ട് ഉള്ള ഒരു സാഹചര്യമല്ലേ? അതുപോലെ തന്നെ ഒരു പ്രധാനപ്പെട്ട DYFI പ്രവർത്തകനെ കൊല്ലപ്പെട്ട കേസിലെ 7 പ്രതികളെ വെറുതെ വിട്ടത് ഹൈക്കോടതി റിവൈസ് ചെയ്ത് തിരിച്ചു പിടിച്ചു. ഇവിടെ TP ചന്ദ്രശേഖരന്റെ കേസിലെ ആ പ്രതിക്ക് കൊടുത്ത ശിക്ഷയിൽ ചെറിയ വർഷങ്ങളുടെ വ്യത്യാസം ഹൈക്കോടതി വരുത്തിയപ്പോ എത്ര ദിവസമാ ചർച്ച ചെയ്തത്? അങ്ങ് പറയുന്നത് ഈ മഴവിൽ സഖ്യത്തിലെ പ്രധാന മാധ്യമങ്ങളാണ് എന്നാണോ KS അരുൺകുമാർ? ഈ മഴവിൽ സഖ്യത്തിലെ പ്രധാന മാധ്യമങ്ങളാണ്, ബാക്കിയൊക്കെ പിന്നെ വരുന്നുള്ളൂ. ഇതിൽ എല്ലാ പ്രധാനപ്പെട്ട രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുണ്ട്, അതുപോലെ മാധ്യമങ്ങളുണ്ട്. അതുമായി സഹകരിക്കാൻ കഴിയുന്ന മുഴുവൻ ആളുകളെയും കൂട്ടിയോജിപ്പിച്ചുകൊണ്ട് പ്രതിപക്ഷ രാഷ്ട്രീയ കക്ഷികളുണ്ട്, ഈ ജമാഅത്തെ ഇസ്ലാമി, SDPI, ലീഗ്, അങ്ങനെയുള്ളവരൊക്കെ ഉണ്ട്, എല്ലാവരും ഉണ്ട്. എൻ്റെ ക്വസ്റ്റ്യൻ, ഇത് വിമോചന സമരകാലത്ത് ഒരു ബാഹ്യ ഇടപെടൽ ആ സമരത്തിലുണ്ടായി എന്നുള്ളത് ചരിത്രപരമായ വസ്തുതയാണ്. പലരും അതിന് ടെസ്റ്റിമണി നൽകിയിട്ടുണ്ട്. ഇപ്പോൾ പിണറായി വിജയൻ സർക്കാരിനെതിരെ ഉയരുന്ന ആരോപണങ്ങളെ നിങ്ങൾ വിമോചന സമരവുമായിട്ടാണോ താരതമ്യം ചെയ്യുന്നത്? അതായത് ബാഹ്യ ഇടപെടലിലൂടെ ഒരു വലിയ ഓർക്കസ്ട്രേറ്റഡ് ആയിട്ടുള്ള ഒരു എഫേർട്ട് ഉണ്ടാവുകയാണ്. അതായത് ഈ സർക്കാരിനെതിരെ വിമർശനം ഉന്നയിച്ചത് ഇവരാരും അല്ല, നിങ്ങളുടെ ഒരു MLA ആണ്. ആ MLA ഉന്നയിച്ച ആരോപണങ്ങളിൽ അന്വേഷണം നടക്കുകയാണ്. വ്യത്യസ്ത അന്വേഷണങ്ങൾ അന്വേഷിക്കുകയാണ്. ഇപ്പോൾ DGP MR അജിത് കുമാറിനെതിരായ ഒരു റിപ്പോർട്ട് കൊടുത്തു. അപ്പോൾ നിങ്ങൾക്കെതിരെ നടക്കുന്ന ബാഹ്യമായ രാഷ്ട്രീയ പ്രേരിതമായ ഈ ആക്രമണങ്ങളിൽ സർക്കാർ എന്തിനാണ് നടപടി സ്വീകരിക്കുന്നത്? തള്ളിക്കളഞ്ഞാൽ പോരെ? ഒറ്റ കാര്യം, ഇവിടെ ഇടതുപക്ഷ ഗവൺമെന്റിനെ അസ്ഥിരപ്പെടുത്തുക എന്നുള്ളത് വലതുപക്ഷത്തിന്റെയും കോർപ്പറേറ്റുകളുടെയും വലിയ ലക്ഷ്യമാണ്. നമ്മുടെ മുന്നിൽ പശ്ചിമ ബംഗാളുണ്ട്. ആ ബംഗാളിൽ ഇടതുപക്ഷ മുന്നണിയുടെ ഭാഗമായി കോൺഗ്രസ്, തൃണമൂൽ കോൺഗ്രസ്, ജമാഅത്തെ ഇസ്ലാമി, അതുപോലെ മാവോയിസ്റ്റുകൾ, അതുപോലെ കൂട്ടാവുന്ന മുഴുവൻ സംഘടനകളും
അവിടെ കൂട്ടിയിട്ട് തന്നെയാണ് ആ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തിന്റെ തോൽവി ഉറപ്പുവരുത്തുന്ന സാഹചര്യം ഉണ്ടായത്. ത്രിപുരയിലും നമ്മൾ സമാനമായിട്ടുള്ള സാഹചര്യം കണ്ടതാണ്. ഇവിടെ വിദേശ ബന്ധമുണ്ടോ മറ്റ് സാഹചര്യങ്ങളോ അല്ലെങ്കിൽ എന്താണ് ഇതിന്റെ പിന്നിലുള്ളത്, വരും ദിവസങ്ങളിൽ അത് പുറത്തു വരും. കാരണം ഞാനൊന്ന് ചോദിച്ചോട്ടെ, ഇപ്പോ അൻവർ MLA ഉന്നയിച്ച ആരോപണങ്ങളുടെ ഭാഗമായിട്ടല്ല ഈ സഖ്യം പുറത്തു വന്നിരിക്കുന്നത്. കഴിഞ്ഞ 8 കൊല്ലമായി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കേരളം ഭരിക്കുന്നു. 5 കൊല്ലം പൂർത്തീകരിച്ചു. ഈ കേരളത്തിന്റെ ചരിത്രത്തിൽ ഇതുവരെ ഭരണ തുടർച്ച ഉണ്ടായിട്ടില്ല. 2021 ഭരണ തുടർച്ച ഉണ്ടായി. അത് കേവലം 1-2 സീറ്റിന്റെ വ്യത്യാസത്തിലുള്ള ഭരണ തുടർച്ചയല്ല, മറിച്ച് 99 സീറ്റ് നേടി കഴിഞ്ഞ തവണത്തെക്കാളും 8 സീറ്റ് വർദ്ധിച്ച് 2.5% വോട്ടിംഗ് ശതമാനം വർദ്ധിച്ച ആധികാരികമായിട്ടുള്ള വിജയമാണ്. അതിൻ്റെ ഇടയിൽ ഒരു പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് നടന്നു. കേരളത്തിന്റെ രാഷ്ട്രീയ ചരിത്രം എടുത്ത് പരിശോധിച്ചാൽ ഒരു പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലും ഭരണകക്ഷിക്ക് അനുകൂലമായി വിധി എഴുതിയിട്ടില്ല. അരുൺകുമാർ പറയുന്നത് ഈ 2016 പിണറായി വിജയൻ അധികാരത്തിലെത്തിയപ്പോൾ മുതൽ ഈ മഴവിൽ സഖ്യമുണ്ട് എന്നാണ്. അരുൺകുമാർ 2016 പിണറായി വിജയൻ അധികാരത്തിലെത്തിയപ്പോൾ മുതൽ ഈ മഴവിൽ സഖ്യം ഈ സർക്കാരിനെ ആക്രമിക്കുകയാണെന്നാണോ? അല്ല, താങ്കൾ ശ്രദ്ധിച്ച് കേൾക്കുക. ഞാൻ പറഞ്ഞത് പ്രളയകാലത്തും കോവിഡ് കാലത്തും അതുപോലെ തന്നെ ഓക്കി ദുരന്തവും നിപ വൈറസും ഒരു ഭാഗത്ത് ഏജൻസി വെച്ചുകൊണ്ട് ദുർബലപ്പെടുത്തുന്ന സാഹചര്യം. ഈ ആക്രമണങ്ങളെയൊക്കെ മറികടന്നുകൊണ്ട് പിണറായി വിജയൻ ഭരണ തുടർച്ചയുണ്ടാക്കിയതിനു ശേഷമാണ് ഈ മഴവിൽ സഖ്യം രൂപം കൊണ്ടത്. ഞാൻ പച്ചയ്ക്ക് പറഞ്ഞല്ലോ, താങ്കൾ എന്താ ഇങ്ങനെ ചോദിക്കുന്നത്? 2020 ഒക്ടോബർ മാസത്തിൽ മുതൽ ഈ മഹാസഖ്യത്തിന്റെ പ്രവർത്തനം കേരളത്തിൽ ആരംഭിച്ചുവെന്നും അതിൽ വസ്തുതാപരമായ ഒരു പ്രശ്നമുണ്ട് അരുൺകുമാർ, വസ്തുതാപരമായ പ്രശ്നമുള്ളതാണ് ഞാൻ ചോദിക്കുന്നത്. പച്ചയ്ക്ക് ചോദിക്കുന്നത് അതുകൊണ്ടാണ്. അതിനുശേഷവും നിങ്ങളിപ്പോൾ മഴവിൽ സഖ്യത്തിൽ ഉൾപ്പെടുത്തിയ മുസ്ലിം ലീഗിനെ നിങ്ങളുടെ മുന്നിലേക്ക് ക്ഷണിക്കുന്ന രീതിയിലുള്ള, അവരെ പുകഴ്ത്തുന്ന രീതിയിലുള്ള എത്രയോ പരാമർശങ്ങൾ CPM നേതാക്കളിൽ നിന്നുണ്ടായിട്ടുണ്ട്. EP ജയരാജൻ പറഞ്ഞിട്ടുണ്ട്, കോടിയേരി പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായില്ലേ ലീഗ് ഈ സഖ്യത്തിലുള്ള ആളാണെന്ന്? ഒരിക്കലും ഇതെല്ലാം നിങ്ങളുടെ ഒരു വിലയിരുത്തലാണ്. ലീഗിനെ ക്ഷണിക്കുന്ന ഒരു നിലപാടും ഒരു അഭിപ്രായവും CPM നേതാക്കന്മാരുടെ ഭാഗത്തു നിന്നുണ്ടായില്ല. ചില പ്രശ്നങ്ങൾ ഉയർന്നു വന്നപ്പോൾ CPM എടുത്ത നിലപാടിനോട് അവർ യോജിക്കുന്ന സാഹചര്യം ഉണ്ടായി. അത് ആ പ്രശ്നാധിഷ്ഠിതമാണ്. ആ പ്രശ്നാധിഷ്ഠിതമായി പ്രത്യേകിച്ച് പൗരത്വ ഭേദഗതി നിയമത്തിനെതിരായിട്ടുള്ള പ്രക്ഷോഭങ്ങൾ അടക്കം വന്നപ്പോൾ ഇവിടെ ഉയർന്നു വന്ന CPMന്റെ നിലപാടിനോട് യോജിക്കുന്ന സാഹചര്യമാണ്. സമാനമായിട്ടുള്ള വിഷയങ്ങളിൽ മനസ്സ് പങ്കുവയ്ക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. സെമിനാറുകളിൽ പങ്കെടുക്കാൻ വിളിക്കുകയും അഭിപ്രായം പറയുകയും ചെയ്തിട്ടുണ്ട്. അത് ഏതെങ്കിലും തരത്തിൽ ഒരു രാഷ്ട്രീയ ബന്ധത്തിന്റെ ഭാഗമായിട്ട് തന്നെയല്ല. ഇവിടെ വ്യക്തമാണ്, കഴിഞ്ഞ 8 വർഷമായി ലീഗും അതുപോലെ തന്നെ കോൺഗ്രസും അതുപോലെ BJPയും ഉയർത്തിക്കൊണ്ടുവന്ന ഏതെങ്കിലും ഒരു ആരോപണം ഈ ഗവൺമെന്റിനെതിരെ തെളിയിക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ടോ? പലതവണ കോടതിയിൽ പോയി ഈ ഗവൺമെന്റ് അഴിമതിയാണെന്ന് ചിത്രീകരിക്കാൻ നോക്കി. ഏതെങ്കിലും ഒരു കോടതി വിധി ഈ ഗവൺമെന്റിന് എതിരായിട്ട് വരുന്ന സാഹചര്യം ഉണ്ടായോ? ക്യാമറ വന്നു, അതുപോലെ തന്നെ ഇവിടെ പല സാഹചര്യങ്ങളിലും. ഇവിടെ അരുൺകുമാർ ലോജിക്കലായി ഉന്നയിക്കുന്ന ഒരു ചോദ്യം, ഇത് 2020 മുതൽ ഈ സ്വർണ്ണക്കടത്ത് തുടങ്ങിയ സമയം മുതൽ, ആ കോവിഡിന്റെ സമയം മുതൽ തുടങ്ങിയതാണ് ഈ മഴവിൽ സഖ്യം രൂപം കൊണ്ടിട്ടുണ്ട്. അന്ന് മുതൽ നിങ്ങൾ ഇന്ന് വരെ ഉന്നയിച്ച ഒരാരോപണവും തെളിയിക്കാൻ പറ്റിയിട്ടില്ല, ഒരു അന്വേഷണ ഏജൻസിയും തെളിയിക്കാൻ പറ്റിയിട്ടില്ല. വെറുതെ ആരോപണങ്ങൾ ഉന്നയിച്ച് സർക്കാരിനെ വശം കെടുത്തുകയാണ് നിങ്ങൾ, അല്ലെങ്കിൽ ടാർണിഷ് ചെയ്യുകയാണ് നിങ്ങൾ. അതിൽ നിങ്ങളുമുണ്ട്, ഈ മഴവിൽ സഖ്യത്തിൽ നിങ്ങളുമുണ്ട്. അതിൽ സംഘപരിവാറുണ്ട്, ലീഗുണ്ട്, ജമാഅത്തെ ഇസ്ലാമിയുണ്ട്, SDPI ഉണ്ട്, അതിൽ നിങ്ങളുമുണ്ട്, ലീഗുമുണ്ട്. നിങ്ങൾ ഈ മഴവിൽ സഖ്യത്തിലുണ്ടോ? കോൺഗ്രസ് അല്ല, ഞാൻ അരുൺകുമാറിൻ്റെ അതേ വാദങ്ങൾ ഉപയോഗിച്ച് തന്നെ ഇതിനെ ഞാൻ ഖണ്ഡിക്കാം. ആദ്യമേ തന്നെ അദ്ദേഹം പറഞ്ഞൊരു കാര്യം വളരെ കറക്റ്റാണ്. ഈ പ്രധാനപ്പെട്ട നമ്മുടെ വയനാട് വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് കേന്ദ്ര സർക്കാരിനെതിരെ താക്കീത് കൊടുത്തിട്ടും അത് പല ചാനലുകളും വലിയ രീതിയിൽ ചർച്ച ചെയ്തില്ല എന്നുള്ളത് ഒരു വാസ്തവം തന്നെയാണ്. ചില ചാനലുകൾ അത് പല സ്ലോട്ടുകളിലൊക്കെ എടുത്തു, പക്ഷെ അത് ചർച്ച ചെയ്യേണ്ട ഒരു കാര്യം തന്നെയായിരുന്നു. പക്ഷെ അരുൺകുമാറിനോട് അത് ഞാൻ പറയുമ്പോഴും അത് കൈരളി എന്ന് പറഞ്ഞ ചാനൽ ചർച്ച ചെയ്യുമെന്ന് ഞാൻ വിചാരിച്ചു. ഞാനിപ്പോൾ നമ്മൾ സംസാരിക്കുന്നതിനിടയ്ക്ക് കൈരളിയുടെ കഴിഞ്ഞ 2 മണിക്കൂർ ചർച്ച പോയി. കൈരളിക്കകത്തും ചർച്ച അജിത് കുമാറും RSSും നിങ്ങൾ പറഞ്ഞ മഴവിൽ മുന്നണിയൊക്കെയാണ്. അതുകൊണ്ട് കൈരളി അടക്കമുള്ള ചാനലുകൾക്ക് അങ്ങയുടെ ഈ വിമർശനം ഇന്നലെ ചർച്ച ചെയ്തു. ഇന്നലെ കൈരളി ചർച്ച ചെയ്തു. വയനാട് സംഭവമായിരുന്നു 8 to 9 പ്രൈം ടൈം ന്യൂസ് ടൈം. ഓക്കെ ശരി. അപ്പം ഞാൻ ഇന്നതിലൊരു ഫോളോ അപ്പ് ഉണ്ടായില്ല. ഓക്കെ ഇരിക്കുന്നു. രണ്ടാമത്തെ കാര്യം, അങ്ങ് പറഞ്ഞ ഈ മഴവിൽ മുന്നണി എന്ന് പറയുന്നത് അത് BJP ഉൾപ്പെടെയുള്ള CPMും BJPയും ഉൾപ്പെടെയുള്ള ഒരു മഴവിൽ മുന്നണിയാണെന്നുള്ളതാണ് പ്രധാനമായി എൻ്റെ ഒരു വാദം. കാരണം നിങ്ങളുടെ മുന്നണിയിൽ ഇപ്പോൾ ഭാഗമായിട്ടുള്ള CPI ഒരു പ്രധാനപ്പെട്ട വിഷയം ഇന്ന് ചർച്ച ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്. അതും അജിംസ് മിസ് ചെയ്തു. AITUCൻ്റെ സംസ്ഥാന കൗൺസിൽ യോഗം നടന്നപ്പോൾ അതിൽ ബിനോയ് വിശ്വത്തെ ഇരുത്തിക്കൊണ്ട് AITC സംസ്ഥാന കൗൺസിലിനകത്ത് CPI LDF മുന്നണി വിടണമെന്ന് വരെ വാദങ്ങളുണ്ടായി. പ്രധാനപ്പെട്ട വിഷയമല്ലേ?
ഭരിക്കുന്ന പാർട്ടിയിലെ LDF-ലെ രണ്ടാമത്തെ പാർട്ടിയുടെ തൊഴിലാളി വിഭാഗം അത്രമാത്രം അസ്വസ്ഥതയോടുകൂടി തന്നെ മുന്നിൽ തന്നെ വിടണം എന്ന് പാർട്ടി സെക്രട്ടറി മുന്നിൽ പറയുന്നത് പ്രധാനപ്പെട്ട ചർച്ച ചെയ്യേണ്ട വിഷയം തന്നെയാണ്. അതേപോലെ തന്നെ ഇന്ന് കെ സുരേന്ദ്രന് ഒരു ക്ലീൻ ചിറ്റ് കിട്ടിയ ഒരു ദിവസമാണ്. ആ ക്ലീൻ ചിറ്റ് കിട്ടുവാനുള്ള പ്രധാനപ്പെട്ട കാരണം കോടതിയിലെ കാര്യമായിട്ട് ബാക്കി കാര്യങ്ങളിലേക്ക് കടക്കുന്നില്ല. അത് നമ്മുടെ പ്രോസിക്യൂഷൻ എന്ന് പറഞ്ഞു, സർക്കാരിൻ്റെ ഭാഗം എന്ത് പറഞ്ഞു എന്നൊക്കെയുള്ളത് അന്വേഷിക്കേണ്ടതാണ്. അപ്പോൾ ഈ രണ്ട് പ്രധാനപ്പെട്ട വിഷയങ്ങൾ നമ്മൾ ചേർത്ത് വായിക്കണം. ഇനിയും അരുൺകുമാറും കൂട്ടരും ഗോവിന്ദമാഷും ഒക്കെ പറഞ്ഞ ഈ മഴവിൽ മുന്നിൽ എന്ന് പറയുന്ന ആളുകൾ ആരൊക്കെയാണെന്ന് നോക്കാം. അതിൽ ജമാഅത്തെ ഇസ്ലാമിയുടെ കൃത്യമായിട്ടുള്ള നിലപാട് ശ്രീ മുഹമ്മദ് വേളം പറഞ്ഞു. അവർ 2011 96 ഇടതുപക്ഷത്തിന് അനുകൂലമായിട്ട് തീരുമാനങ്ങൾ എടുത്തിട്ടുണ്ട്. അന്ന് ഇടതുപക്ഷത്തിന് അനുകൂലമായിട്ട് നിന്നപ്പോൾ അവർ വളരെ അപ്രോച്ചബിളായിട്ട് വളരെ ക്ലീനായിട്ടുള്ള ഒരു സംഘടനയായിട്ട് പിണറായി വിജയന് കൂട്ടർക്ക് തോന്നി. ഇപ്പോൾ അവർ സമകാലീന വിഷയങ്ങളിൽ പ്രത്യേകിച്ച് ലോക്സഭയിലൊക്കെ ഇന്ത്യയിൽ CPM ഉൾപ്പെടെ എടുത്തൊരു ഇന്ത്യ മുന്നണി നിലപാടിന് അനുകൂലമായി നിന്നപ്പോൾ, അല്ലെങ്കിൽ പിന്നെ UDF-നോട് ചെറിയ ചായവുള്ള നിലപാട് വന്നപ്പോൾ അവർ നിങ്ങൾക്ക് CPM-ന് തൊട്ടുകൂടാൻ പറ്റാത്ത വർഗീയവാദികളായി മാറുകയാണ്. രണ്ടാമത്തേത്, ഇന്ന് കണ്ട പ്രധാനപ്പെട്ടൊരു വാർത്ത, AP വിഭാഗത്തിൻ്റെ റിസാലയുടെ പ്രധാനപ്പെട്ട കവർ പേജ് നോക്കുകയാണെങ്കിൽ റിസാലയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മുഖപത്രം അടക്കമുള്ള ചർച്ച ഇടതുപക്ഷത്തിൻ്റെയും പിണറായി വിജയൻ എന്ന വ്യക്തിയുടെയും CPM-ൻ്റെയും ഒരു BJP ബന്ധത്തെക്കുറിച്ചാണ്. അപ്പോൾ നിങ്ങൾ പറയുന്ന ആ ഒരു ഉണ്ടാക്കിയെടുക്കുന്ന മനസ്സിൽ നിങ്ങൾ ഉണ്ടാക്കി നിങ്ങളുടെ ഭാവന രൂപത്തിൽ ഉണ്ടാക്കുന്ന മഴവിൽ മുന്നണിയിൽ കോൺഗ്രസിനോടൊപ്പം CPI ഉണ്ട്. കാരണം ബിനോയ് വിഷയമാണ് പറയുന്നത് MR കുമാറിന്റെ വിഷയത്തിൽ സർക്കാർ ന്യൂനപക്ഷങ്ങളുടെ ജനാധിപത്യപരമായ മുന്നേറ്റങ്ങളെ തടസ്സപ്പെടുത്തുന്നു ഇവർ എന്ന് പറയുമ്പോൾ ഈ ജമാഅത്തെ ഇസ്ലാമിയുടെ കുപ്രചാരണങ്ങളിൽ വശംവദരായി കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാരൊക്കെ നിലപാട് മാറ്റിയതാണെങ്കിലോ? അല്ല, ഇതാണല്ലോ CPM-ന്റെ പ്രശ്നം. ജനകീയമായിട്ടുള്ള വിഷയങ്ങളിൽ ജനങ്ങളുടെ സ്പന്ദനങ്ങൾ, ജനങ്ങളുടെ പൾസ് മനസ്സിലാക്കി ഒരുപക്ഷെ സർക്കാരിനോട് താല്പര്യമുള്ള ആളുകൾ പോലും, ശ്രീ പിണറായി വിജയനോട് താല്പര്യമുള്ള ആളുകൾ പോലും വിമർശനാത്മകമായിട്ട് കാര്യങ്ങൾ പറയുമ്പോൾ അതിന് സഹിഷ്ണുതയോടെ കണ്ട് തെറ്റുതിരുത്തുന്നതിന് പകരം അവരെ എല്ലാം കൊണ്ട് ഈ പറയപ്പെടുന്ന ഒരു പുതിയ വള്ളിയിൽ കൊണ്ട് കിട്ടുന്നത് അതേത് ഒരു പ്രൊഫഷണലായിട്ടുള്ള അല്ലെങ്കിൽ ഒരു ഡെമോക്രാറ്റിക് സംവിധാനത്തിൽ ചേർന്ന കാര്യമാണ്. തങ്ങളെ ഇതാ ഞാൻ എപ്പോഴും മീഡിയ വഴി പറഞ്ഞൊരു പോയിന്റ് ഉണ്ട്. ഈ BJP-ക്കെതിരെ സംസാരിക്കുന്ന ആൾക്കാരെല്ലാം അർബൻ നെക്സൽസ് ആക്കുന്ന പോലെ, അവരെല്ലാം പാകിസ്ഥാനിൽ പോകുന്ന തീവ്രവാദികളാക്കുന്നത് പോലെയാണ് കേരളത്തിൽ CPM-ന്റെ സ്വഭാവം. അവർക്കെതിരെ ഒന്ന് ശബ്ദിച്ചാൽ, അവർക്കെതിരെ വിഷയങ്ങൾ ചൂണ്ടിക്കാണിച്ചാൽ നിങ്ങളെല്ലാവരും വർഗീയവാദികളാണ്, നിങ്ങളെല്ലാവരും കോൺഗ്രസും BJP-യും ജമാഅത്തെ ഇസ്ലാമിയും AP വിഭാഗവും അതോടൊപ്പം CPI-യും AITUC-യും ജമാഅത്തെ ഇസ്ലാമിയും അതെല്ലാവരും അങ്ങ് വർഗീയവാദികളും മത തീവ്രവാദികളുമാണ്. ഇത് എന്ത് ന്യായമാണ്? ഈ ന്യായം തന്നെ നരേന്ദ്രമോദി പറയുന്നത്. ഇവിടെ CPM കണ്ണു തുറന്നു കാണേണ്ട ഒരു കാര്യമുണ്ട്. പൊതുജനങ്ങൾ, സാധാരണ ഇടതുപക്ഷ പ്രവർത്തകർ, LDF പ്രവർത്തകർ നാട്ടിൽ നമ്മൾ സംസാരിക്കുമ്പോൾ, നമ്മൾ സോഷ്യൽ മീഡിയ തുറക്കുമ്പോൾ, ആളുകളുടെ ഫീഡ്ബാക്ക് കേൾക്കുമ്പോൾ വലിയൊരു അസ്വസ്ഥത ഈ സർക്കാരിനെതിരെയുണ്ട്. ആ പുകയുന്ന അസ്വസ്ഥതയുടെ ഭാഗമായിട്ടാണ് ഈ പറഞ്ഞ ഞാൻ സാമുദായിക ഔട്ട്ഫിറ്റ്സ് എന്ന് പറയത്തില്ല, ഇവിടെ ഇങ്ങനെയുള്ള സ്ഥാപനങ്ങൾ പോലും നിലപാടെടുത്ത് വരേണ്ടി വന്നത്. അതിനെ സഹിഷ്ണുതയോട് കണ്ട് പറ്റുമെങ്കിൽ തെറ്റുതിരുത്തുന്നതിന് പകരം എല്ലാവരും കൂടെ ഒരുമിച്ച് കേട്ട് നിങ്ങളെല്ലാം വിമോചന സമരം പോലെ പണ്ട് ഇറക്കാൻ പോകുന്നതാണെന്ന് പറയുന്നത് തീർച്ചും ശരിയായിട്ടുള്ള ന്യായമല്ല. ഇവിടെ പറയുന്ന പ്രധാനപ്പെട്ട വിഷയം BJP-യും RSS-ഉമായിട്ടുള്ള ആ ബാന്ധവം, അതിനെക്കുറിച്ചൊരു ക്ലാരിറ്റി ഇതുവരെ കിട്ടിയിട്ടില്ല. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ചിരിച്ചുകൊണ്ട് മറുപടി പറഞ്ഞ ആ ചിരിക്കുള്ളിൽ തന്നെ പല ക്വസ്റ്റ്യൻസും ഉണ്ട്. എല്ലാ മാധ്യമങ്ങളും, എല്ലാ മാധ്യമപ്രവർത്തകരും എന്തിന്, ഞാനിതിനെ TV-യിലും സോഷ്യൽ മീഡിയ ഞാൻ തന്നെ ഏറ്റവും കൂടുതൽ നിങ്ങൾ ഈ പറയുന്ന 2021 പ്രതിപക്ഷമൊക്കെ ശക്തമായി ആഞ്ഞടിച്ചപ്പോൾ നിങ്ങൾ ഏറ്റവും കൂടുതൽ സഹായിച്ചു കൊണ്ടിരുന്ന ഒരു ലെഫ്റ്റ് ലിബറൽ ആൾക്കാരുണ്ട്. ഞാൻ പേരൊന്നും പറയുന്നില്ല. സോഷ്യൽ മീഡിയയിൽ ഏറ്റവും കൂടുതൽ ഇടതുപക്ഷ സർക്കാരിന് വേണ്ടി കോവിഡ് സമയത്തും ഈ പറഞ്ഞ ശിവശങ്കറിൻ്റെ സമയത്തും സ്വർണ്ണക്കടത്ത് സമയത്ത് എഴുതിക്കൊണ്ടിരുന്ന പ്രധാനപ്പെട്ട ലെഫ്റ്റ് ഇൻ്റലക്ച്വൽസ്, ആ ആളുകളുടെ ഫേസ്ബുക്ക് പോസ്റ്റ് വായിച്ചു. ഞാൻ ആരുടെയും പേര് പറഞ്ഞില്ല, എനിക്കും അരുൺകുമാറിനും അജിംസിനും ഒക്കെ ബന്ധമുള്ള ആളുകളാണ്. അവരൊക്കെ എല്ലാം തുറന്നു തന്നെ ഇടതുപക്ഷ നിലപാട് തെറ്റാണെന്ന് പറയുമ്പോൾ നിങ്ങൾ തെറ്റുതിരുത്തുന്നതിന് പകരം എല്ലാവരെയും കൊണ്ട് നിങ്ങൾ വർഗീയവാദികളാക്കിയ അത് മനസ്സിലാക്കുവാനുള്ള നെല്ലും പതിരും മാറ്റിവെക്കുവാനുള്ളൊരു ബോധം കേരളത്തിൻ്റെ പൊതുസമൂഹത്തിനുണ്ട്. RSS-ഉമായിട്ടുള്ള നിങ്ങളുടെ ബന്ധം, BJP ആയിട്ടുള്ള ബന്ധം, അത് ഒന്നുകിൽ ഓണപ്പ് ചെയ്യുക, 1977 നിങ്ങൾ വോട്ട് പിടിച്ചതുപോലെ, അല്ലെങ്കിൽ ഓണപ്പ് ചെയ്യാതെ അതിൽ നിന്ന് പാർട്ടിയെ വിമുക്തമാക്കി നിങ്ങൾ ശരിയായിട്ടുള്ള ഇടതുപക്ഷത്തെ മൂല്യങ്ങളിലേക്ക് പോവുക. അത് പോകാതെ വെറുതെ വന്ന് കോൺഗ്രസിന്റെയും CPI-യുടെയും ജമാഅത്തെ ഇസ്ലാമിയുടെയും മുകളിൽ കിടന്നിട്ട് ഒരു കാര്യമില്ലാന്ന് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. ശരി, ശ്രീ T. മുഹമ്മദ് വേളം, ഇവിടെ CPM-ന്റെ ഭാഗത്ത് നിന്ന് അവർക്കുണ്ടാകുന്ന ഒരു ആശങ്ക, നിങ്ങൾ നടത്തുന്ന ഈ പ്രചാരണം, അതായത് പിണറായി വിജയൻ സർക്കാരും RSS-ഉം കൈകോർത്തിരിക്കുന്നു, CPM-നും BJP-ക്കും തമ്മിൽ രഹസ്യധാരണയുണ്ട്. ഇത് നിങ്ങൾ ഉദാഹരണ സഹിതമൊക്കെയാണ് പറയുന്നത്. എന്തുകൊണ്ട് ആ വിഷയത്തിൽ ഇങ്ങനെ ചെയ്തില്ല, ആ വിഷയത്തിൽ ഇങ്ങനെ ചെയ്തില്ല. പക്ഷേ ഈ പ്രചാരണം യഥാർത്ഥത്തിൽ നിലവിൽ CPM-ന് വോട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ന്യൂനപക്ഷങ്ങളെ പാർട്ടിയിൽ നിന്ന് അകറ്റും എന്ന സ്വാഭാവികമായ ഒരാശങ്ക CPM-നുണ്ട്.
അവർക്ക് ആശങ്ക പ്രകടിപ്പിക്കണ്ടേ? CPM-ന് സത്യസന്ധമായി അതിൽ ആശങ്കയുണ്ടെങ്കിൽ ഇവിടെ വെളിപ്പെടുത്തപ്പെട്ട നിരവധി കാര്യങ്ങളുണ്ട്. അത് ജമാഅത്തെ ഇസ്ലാമി വെളിപ്പെടുത്തിയതല്ല, അത് അവരുടെ തന്നെ ഒരു സ്വതന്ത്ര MLA വെളിപ്പെടുത്തിയ കാര്യമാണ്. പക്ഷെ അത് സ്വതന്ത്ര MLA വെളിപ്പെടുത്തിയതാണ് എന്ന് പറയുമ്പോഴും കേരളത്തിൽ ധാരാളം ആളുകൾ, സാമൂഹിക പ്രവർത്തനം നടത്തുന്ന ഞങ്ങൾ ഉൾപ്പെടെയുള്ള ആളുകൾ പല പ്രശ്നങ്ങളും നേരത്തെ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. ഷാഹിൻ ബാഗിൻ്റെ കേസ് ഞാൻ പറഞ്ഞു. റിയാസ് മൗലവിയുടെ ആക്രമണത്തിന് നേരെ ഗവൺമെൻറ് സ്വീകരിച്ച അങ്ങേയറ്റത്തെ ഉദാസീനമായ നിലപാടിനെക്കുറിച്ച് എത്രയോ കാലമായി ഞങ്ങൾ കേരളത്തിൽ പ്രശ്നങ്ങൾ ഉന്നയിക്കുന്നുണ്ട്. ഞങ്ങളുടെ വിദ്യാർത്ഥി സംഘടനകൾ, യുവജന സംഘടനകൾ, ഞങ്ങളുമായി ബന്ധപ്പെട്ട മറ്റു സാമൂഹിക രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ ഒക്കെ ഈ പ്രശ്നം ഉന്നയിക്കുന്നുണ്ട്. അതേപോലെ കൊടിഞ്ഞി ഫൈസൽ വധത്തിൽ സ്വീകരിച്ച നിലപാട്, ഇങ്ങനെ CPIM-ഉം അല്ലെങ്കിൽ ഈ ഗവൺമെൻറ്റും RSS-ഉം തമ്മിൽ ചില അണ്ടർ കറൻസുകളുണ്ട് എന്ന് സംശയിപ്പിക്കുന്ന നിരവധി സംഭവങ്ങൾ കഴിഞ്ഞ 10 വർഷങ്ങളായി കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഇതിനെക്കുറിച്ച് ഒരു ആത്മപരിശോധന നടത്തുകയും നേരത്തെ ശബരീനാഥ് പറഞ്ഞ പോലെ തിരുത്താൻ പറ്റുമെങ്കിൽ തിരുത്തുകയും, അല്ലെങ്കിൽ അതാണ് നിലപാടെങ്കിൽ ആ നിലപാട് സത്യസന്ധമായിട്ട് പറയുകയും ഒക്കെ ചെയ്യുക എന്നല്ലാതെ ഇതിന് ഇത്തരം വിമർശനങ്ങൾ ഉന്നയിക്കുന്നവർക്കെതിരെ ഭീകരമായ ആരോപണങ്ങൾ ഉന്നയിച്ചതുകൊണ്ട് ഒട്ടും ലോജിക്കില്ലാത്ത ആരോപണങ്ങൾ. RSS-ഉം ജമാഅത്തെ ഇസ്ലാമിയും പിന്നെ SDPI-യും UDF-ഉം ഇവരെല്ലാം ചേർന്നിട്ട് ഐക്യമുന്നണിയായിരിക്കുന്നു. ഈ ഐക്യമുന്നണിയുടെ പ്രധാന മഴവിൽ സഖ്യത്തിൻ്റെ പ്രധാന പ്രമേയം എന്താണ്? പിന്നെ ഗവൺമെൻറ്റും RSS-ഉം തമ്മിലുള്ള ബന്ധം. ഈ പറയുന്നതിന് എന്ത് ലോജിക്കാണുള്ളത്? എന്താണ് ഇവിടെ അന്തരീക്ഷത്തിലുള്ള വിഷയം? അലിഗേഷൻ എന്താണ്? ഇവിടെ RSS-ഉം CPM-ഉം തമ്മിൽ, BJP-യും ഗവൺമെൻറ്റും തമ്മിൽ ഒരു വലിയ ബന്ധമുണ്ട്. അതിന് പലതരത്തിലുള്ള അതിലേക്ക് സംശയം ജനിപ്പിക്കുന്ന നിരവധി കാര്യങ്ങളുണ്ട്. എന്തുകൊണ്ടാണ് ADGP-യുടെ RSS ചർച്ച അന്വേഷണത്തിന് വെക്കേണ്ടി വന്നത്? ഇവർ ഇത്ര വലിയ മിടുക്കന്മാരാണെങ്കിൽ ഇത് നേരത്തെ അന്വേഷിച്ചുകൂടെ? ഗവൺമെൻറ്റിന് അറിയാത്ത എന്തോ ഒരു രഹസ്യ കാര്യമാണോ? ADGP എന്ത് ചെയ്യുന്നു എന്നൊന്നും ഈ ഗവൺമെൻറ്റിന് അറിയില്ലെങ്കിൽ ഗവൺമെൻറ്റിന് രാജിവെച്ച് പോയിക്കൂടെ? ചുരുങ്ങിയത് മുഖ്യമന്ത്രിക്ക് ആഭ്യന്തര വകുപ്പ് ഒഴിവാക്കിക്കൂടെ? വേറെ ആരെങ്കിലും നടത്താൻ, ഇതൊക്കെ നോക്കാൻ പര്യാപ്തരായ കൊള്ളാവുന്ന ആരെങ്കിലും ഏൽപ്പിച്ചുകൂടെ? അപ്പോൾ ഇതൊക്കെ നേരത്തെ അറിയുന്ന കാര്യങ്ങളാണ്. ആ അറിയുന്ന കാര്യങ്ങൾ ചില ആളുകൾ ചൂണ്ടിക്കാണിക്കുമ്പോൾ അത് പൊതുജന മധ്യത്തിൽ എക്സ്പോസ് ചെയ്യപ്പെട്ട് ഗവൺമെൻറ് വഷളായി പാർട്ടിയുടെ എല്ലാ മുഖവും നഷ്ടപ്പെട്ടിട്ട് അന്വേഷണത്തിന് ഉത്തരവിടേണ്ടി വരുന്നു. അപ്പോൾ ഇത് ധാരാളമായിട്ട് ഞങ്ങൾ ഉൾപ്പെടെ കേരളത്തിൽ കഴിഞ്ഞ 5-8 വർഷങ്ങളായി ചൂണ്ടിക്കാണിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. പാർട്ടിക്കിതിൽ ജെന്യൂനായ അസ്വസ്ഥതയുണ്ടെങ്കിൽ അതിന് കണ്ണാടി തല്ലിപ്പൊളിക്കുകയല്ല, വിമർശനം ഉന്നയിക്കുന്നവരെ തെറിവിളിക്കുകയോ അവർക്കെതിരെ ഭീകരവാദ ചാപ്പ കുത്തുകയോ അല്ല ചെയ്യേണ്ടത്. ആ കാര്യങ്ങൾ പരിശോധിക്കണം. ഈ പരിശോധിക്കുക എന്നത് CPIM ഏറ്റവും കൂടുതൽ, CPM-ൻ്റെ വൊക്കാബുലറിയിലെ ഏറ്റവും അധികം ഉപയോഗിക്കുന്ന ഒരു വേർഡാണല്ലോ. ഞങ്ങൾ പരിശോധിക്കും. എന്താ ഇത് പരിശോധിക്കാത്തത്? CPIM-ന് എതിരെ, ഗവൺമെൻറ്റിനെതിരെ, പിണറായി വിജയനെതിരെ, ആഭ്യന്തര വകുപ്പിനെതിരെ ഇങ്ങനെയുള്ള എത്ര ആരോപണങ്ങൾ ഉന്നയിക്കപ്പെട്ടിട്ടുണ്ട്. ഇത് RSS കോൺടസ്റ്റിൽ മാത്രമല്ല, മറിച്ച് കേരളത്തിൽ മാവോയിസ്റ്റുകളെന്ന് ആരോപിക്കപ്പെട്ടവർ വെടിവെച്ച് കൊല്ലപ്പെട്ട സന്ദർഭമുണ്ട്. അതിനെതിരെ കഴിഞ്ഞ പിണറായി ഗവൺമെൻറ്റിൻ്റെ കാലത്ത് അതിൻ്റെ CPI എന്ന് അതിശക്തമായ എതിർസ്വരങ്ങൾ ഉയർത്തിയിട്ടുണ്ട്. പരിശോധിച്ചോ? കേന്ദ്ര ഗവൺമെൻറ്റിനും BJP-ക്കും വേണ്ടിയിട്ട് പലതരത്തിലുള്ള കൊട്ടേഷൻ എടുത്ത് പ്രവർത്തനങ്ങൾ 1ഉം 2ഉം പിണറായി ഗവൺമെൻറ്റുകൾ നടത്തിക്കൊണ്ടിരിക്കുന്നു എന്ന ആരോപണം ഉന്നയിച്ചത് ജമാഅത്തെ ഇസ്ലാമിയും അവരുമായി ബന്ധപ്പെട്ടവരും മാത്രമല്ല. ഈ ആരോപണം ഇവിടെ CPI പല അർത്ഥത്തിൽ ഉന്നയിച്ചിട്ടുണ്ട്, പല മാധ്യമപ്രവർത്തകർ ഉന്നയിച്ചിട്ടുണ്ട്, സോഷ്യൽ ആക്ടിവിസ്റ്റുകൾ ഉന്നയിച്ചിട്ടുണ്ട്. അതിന് പലതരത്തിലുള്ള, അതിനെ സംശയിക്കുന്ന അല്ലെങ്കിൽ അതിലേക്ക് വിരൽ ചൂണ്ടുന്ന പല തെളിവുകളും ഇവിടെ അന്തരീക്ഷത്തിലുണ്ട്. എന്തുകൊണ്ടാണ് ഒന്നുകിൽ പാർട്ടി അല്ലെങ്കിൽ ഗവൺമെൻറ് പിണറായി വിജയൻ്റെ കയ്യിലാണെങ്കിൽ പാർട്ടിക്ക് അന്വേഷണം നടത്തിക്കൂടെ? അതൊക്കെ പരിശോധിച്ചുകൂടെ? ഇനി പാർട്ടിയും അങ്ങനെ തന്നെയാണ് എന്നാണോ? അപ്പോൾ ഇങ്ങനെയുള്ള നിരവധി പ്രശ്നങ്ങൾ ഇവിടെ ഉന്നയിക്കപ്പെട്ടിട്ടുണ്ട്. എങ്ങനെയാണ് തൃശ്ശൂർ പൂരം കലക്കപ്പെട്ടത്? എന്താണ് തൃശ്ശൂരിലെ കഴിഞ്ഞ ലോക്സഭാ ഇലക്ഷനിൽ തൃശ്ശൂരിലെ സീറ്റും അതേപോലെ ഗവൺമെൻറ്റും CPIM-ഉം RSS-ഉം തമ്മിലുള്ള ഡീൽ എന്താണ്? ഈ ഡീലുണ്ട് എന്നത് ഇവിടെ നേരത്തെ തന്നെ ചൂണ്ടിക്കാണിക്കപ്പെട്ട കാര്യമാണ്. ഒരു സ്വാഭാവിക വിജയമല്ല തൃശ്ശൂരിലുണ്ടായത്. കേരളത്തിലെ ആളുകളെ വിസ്മയിപ്പിച്ച വിജയമാണ്. അതിൻ്റെ പിന്നിൽ ഡീലുണ്ട് എന്ന ആരോപണം നേരത്തെ ഇവിടെയുണ്ട്. ഇങ്ങനെയുള്ള നിരവധി കാര്യങ്ങൾ, അതേപോലെ RSS-ന് ഫേവർ ചെയ്യുന്ന രീതിയിലുള്ള പലതരം പ്രചാരണങ്ങൾ
ഇവിടെ നാർക്കോട്ടിക് ജിഹാദ് ആരോപണം ഉന്നയിച്ചപ്പോൾ മന്ത്രി വാസവൻ എന്താണ് പറഞ്ഞത്? അദ്ദേഹം പണ്ഡിതനാണ്. ഇത് ഏത് ഇടതുപക്ഷ നിലപാടാണ്? ഈ ഇടതുപക്ഷ നിലപാട് ഇവിടെ പരിശോധിക്കപ്പെട്ടോ? ഇവിടെ ലവ് ജിഹാദ് ഉണ്ട് എന്ന് ഒരു ഇടതുപക്ഷ ഘടകകക്ഷി പറഞ്ഞപ്പോൾ അത് തിരുത്തപ്പെട്ടോ? അത് പരിശോധിക്കപ്പെട്ടോ? ഇങ്ങനെ പാർട്ടിയും മുന്നണിയും ഗവൺമെന്റും ഘടകകക്ഷികളും എല്ലാം ഇങ്ങനെ വളരെ വലതുപക്ഷ സ്വഭാവമുള്ള സംഘപരിവാർ അനുകൂലമായ പലതരം നിലപാടുകൾ സ്വീകരിച്ചിട്ട് അതിനെക്കുറിച്ചൊക്കെ അതായത് പറയുന്നത് പിണറായി വിജയൻ സർക്കാരിന്റെ വലത് വ്യതിയാനം മാത്രമല്ല പ്രശ്നം, അത് തിരുത്താനുള്ള പാർട്ടിയുടെ കഴിവുകേടാണ് യഥാർത്ഥ പ്രശ്നമെന്നാണ് മുഹമ്മദ് വളം പറയുന്നത്. ഞാൻ മടങ്ങി വരാം അരുൺകുമാറിലേക്ക് ഒരു ഇടവേള. ശ്രീ അരുൺകുമാർ, പലപ്പോഴായി ചൂണ്ടിക്കാട്ടപ്പെടുന്നത് പോലെ ജമാഅത്തെ ഇസ്ലാമി അവർ നിങ്ങളുമായി ചേരുമ്പോൾ അവർ നിങ്ങൾക്ക് നല്ലതാണ്, നിങ്ങളുമായി തെറ്റുമ്പോൾ മോശമാണെന്നാണ് അവർ വിശദീകരിക്കുന്നത്. അല്ലാതെ സവിശേഷമായ ഒരു CPM വിരോധം അവർക്കില്ല എന്ന് അവർ പറയുന്നു. ഇനി അവർ നിങ്ങൾക്ക് വോട്ട് ചെയ്യാത്ത സമയത്താണെങ്കിൽ പോലും നിങ്ങളോടൊപ്പം ഉറച്ചു നിന്നൊരു മുസ്ലിം ഗ്രൂപ്പാണ് ഈ കാന്തപുരം AP വക്കൂർ മുസ്ലിയാരുടെ സമസ്ത. അവരുടെ ആഭിമുഖ്യത്തിൽ ഇറങ്ങുന്നൊരു വാരികയുടെ ഇന്നത്തെ ഈ ലക്കത്തിലെ തലക്കെട്ട് നിങ്ങൾക്ക് നേരെയുള്ള വിരൽ ചൂണ്ടലാണ്. CPM ഇത് നിങ്ങളുടെ അവസാന ബസ്സാണ് എന്നാണ്. ഒരുപക്ഷെ എൻ്റെ ഒരു ഓർമ്മയിൽ റിസാലയുടെ ഒരു കവർ പേജിൽ അങ്ങനെ ഒരു വാക്യം, ഒരു ഹെഡിങ് വരുന്നത് ആദ്യമായിട്ടായിരിക്കും. CPMനെ നേർക്ക് നേരെ വിമർശിക്കുകയാണ്, നേർക്ക് നേരെ വിരൽ ചൂണ്ടുകയാണ്. പല ഘട്ടങ്ങളിലും LDF സർക്കാരിനെയും CPMനെയും പിന്തുണയ്ക്കുന്ന ഒരു മുസ്ലിം ഗ്രൂപ്പാണ്. അവരും ഈ മഴവിൽ സഖ്യത്തിലുണ്ടോ? ഇവിടെ രണ്ട് കോൺഗ്രസ് പ്രതിനിധിയും അതുപോലെ തന്നെ ജമാഅത്തെ ഇസ്ലാമിയുടെ പ്രതിനിധിയും സവിസ്തരം ഈ സാഹചര്യം വിവരിച്ചു. തെരഞ്ഞെടുപ്പ് ഞങ്ങൾക്ക് തോൽവി ഉണ്ടായി. ഞാൻ കോൺഗ്രസ് പ്രതിനിധിയും ജമാഅത്തെ ഇസ്ലാമിയുടെ പ്രതിനിധിയും രണ്ടുപേരും എന്നാണ് പറഞ്ഞത്. കോൺഗ്രസ് പ്രതിനിധി രണ്ടുപേരുണ്ടെന്ന് ഞാൻ പറഞ്ഞില്ല, താങ്കൾ കേട്ടതിന്റെ കുഴപ്പമായിരിക്കും. അതായത് ഈ രണ്ടുപേരും സമയമെടുത്ത് തന്നെ വിശദീകരിച്ചു. ഞാൻ ഒന്ന് ചോദിച്ചോട്ടെ, കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ ഞങ്ങളുടെ തോൽവിക്ക് കാരണമായി എല്ലാവരും വിശദീകരിച്ചത് എന്താ? ന്യൂനപക്ഷ പീഡനം എന്ന രൂപത്തിൽ തന്നെയാണ്. ഞങ്ങൾ ഇന്റേണലായിട്ട് ഞങ്ങളുടെ പരിശോധന നടത്തി റിവ്യൂ റിപ്പോർട്ട് വന്നു, അത് പരിഹരിക്കാനുള്ള മാർഗങ്ങൾ കൃത്യമായിട്ട് നടത്തിക്കൊണ്ടിരിക്കുന്നു. ആരാണ് വിമർശിച്ചത് ശ്രീ അരുൺകുമാർ? ഞാൻ സൂചിപ്പിച്ചത് ഇവിടെ മുഖ്യ ചാനലുകളടക്കം അതുപോലെ തന്നെ വലതുപക്ഷമടക്കം ചർച്ചയുടെ ഭാഗമായി ഉരുത്തിരിഞ്ഞു വന്ന എല്ലാ ചർച്ചകളിലും ഇടതുപക്ഷത്തിന്റെ തോൽവിക്ക് കാരണം ന്യൂനപക്ഷ പീഡനമാണെന്നുള്ള ഒരു പൊതുബോധം സൃഷ്ടിക്കാൻ വേണ്ടി വലിയ ഒരു ഇടപെടൽ ഉണ്ടായി. ഞാനൊന്ന് സൂചിപ്പിച്ചോട്ടെ, ഞങ്ങൾ ന്യൂനപക്ഷത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നത് ഒരു താൽക്കാലികമായിട്ടുള്ള ലക്ഷ്യത്തിന് വേണ്ടിയിട്ടല്ല, ഞങ്ങളുടെ പാർട്ടി പരിപാടിയുടെ ഭാഗമാണ്. ആ പരിപാടിയുടെ പ്രയോഗവൽക്കരണത്തിന് വേണ്ടിയിട്ടാണ് ഞങ്ങളുടെ സംഘടന പ്രവർത്തിക്കുന്നത്. അതിന്റെ ഒരു പ്രധാനപ്പെട്ട ഭാഗമാണ് ഈ രാജ്യത്തെ ന്യൂനപക്ഷത്തെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി ഒരു തരത്തിലും അവഗണനയില്ലാതെ അവരെ സംരക്ഷിക്കുക എന്നുള്ളത് ഞങ്ങളുടെ പാർട്ടി പരിപാടിയുടെ ഭാഗമാണ്. ഇപ്പൊ പലസ്തീൻ വിഷയം വന്നു, ഞങ്ങൾ ഉറച്ച നിലപാട് സ്വീകരിച്ചു. കാശ്മീരിനെ കീറി മുറിച്ചു, ഞങ്ങൾ ഉറച്ച നിലപാട് സ്വീകരിച്ച് സുപ്രീം കോടതിയിൽ പോയി നിയമ പോരാട്ടം നടത്തി. മുത്തലാഖ് പരിഷ്കരണ നിയമവുമായി പാർലമെന്റിൽ തീതുപ്പുന്ന ചർച്ചകളും പുറത്ത് പ്രക്ഷോഭവും നടന്നപ്പോൾ ഞങ്ങൾ അതിന്റെ പ്രധാനപ്പെട്ട ഭാഗമായിരുന്നു. പൗരത്വ ഭേദഗതി നിയമത്തിനെതിരെ ഉയർന്നു വന്ന സമരത്തിൽ ഞങ്ങൾ ശക്തമായിട്ടുള്ള റോൾ വഹിച്ചു. യൂണിഫോം സിവിൽ കോഡിന്റെ വിഷയം ഉയർന്നു വന്നു, ഞങ്ങൾ പാർലമെന്റിന് അകത്തും പുറത്തും അതിശക്തമായിട്ടുള്ള നിലപാട് സ്വീകരിച്ചു. ബുൾഡോസർ രാജ് നടപ്പാക്കി, ആ ബുൾഡോസറിന്റെ മുന്നിലേക്ക് കയറി നിന്ന് നിർത്ത നിന്റെ ബുൾഡോസർ എന്ന് ആവശ്യപ്പെട്ട് സമര പോരാട്ടത്തിനിറങ്ങിയ നേതാവിന്റെ പേര് വൃന്ദ കാരാട്ട്, CPMന്റെ പോളിറ്റ് ബ്യൂറോ അംഗമാണ്. ബിൽക്കിസ് ബാനുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കേസിലെ പ്രതികളെ രക്ഷിച്ചു. ഞങ്ങളാണ് നിയമ പോരാട്ടം നടത്തിയത്. സുഭാഷിണി അലിയാണ് സുപ്രീം കോടതിയിൽ പോയി നിയമ പോരാട്ടം നടത്തിയത്. അതുപോലെ മണിപ്പൂർ അടക്കമുള്ള കലാപങ്ങളുടെ അന്തരീക്ഷമുണ്ട്. അതിശക്തമായി ന്യൂനപക്ഷത്തിനെതിരെ നിലപാട് സ്വീകരിക്കുമ്പോൾ രംഗത്ത് വരുമ്പോൾ ഞങ്ങൾ വലിയ തരത്തിൽ ന്യൂനപക്ഷ പീഡനം നടത്തുകയാണ് എന്ന് പറഞ്ഞൊരു പ്രചരണം ഒരു ഭാഗത്ത്, സംഘപരിവാറിനെതിരെയും അതിശക്തമായിട്ടുള്ള നിലപാട് സ്വീകരിക്കുന്നത് ചോദ്യം. അങ്ങ് പറഞ്ഞത് മുൻകിട ചാനലുകൾ അവരുടെ ചർച്ചയുടെ ഭാഗമായി ഉരുത്തിരിഞ്ഞ കൺക്ലൂഷനാണ്. ഞാൻ അങ്ങനെ ചാനലുകൾ പറയുന്നതായിട്ട് കണ്ടിട്ടില്ല. ഇനി അങ്ങനെ പ്രചാരണം നടത്തുന്നില്ല, ആ പ്രചാരണം നടത്തുന്ന ആരാണ്? അങ്ങ് പറയൂ. അല്ല, താങ്കൾക്ക് ഇനി ഞാൻ എന്റെ വായി കൊണ്ട് കേൾക്കണമോ അത്? അത്തരത്തിലുള്ള ഒരു പ്രചരണം നടത്താത്ത കൊണ്ടാണ് കഴിഞ്ഞ തവണ ന്യൂനപക്ഷ പ്രീണനം കൊണ്ടാണ് നിങ്ങൾ കഴിഞ്ഞ തവണ തോറ്റത് എന്ന് പറഞ്ഞ ഒരാളെ എനിക്കറിയാം. ഞാൻ പേര് പറയാം, അങ്ങേക്ക് പറയാൻ മടിയാണെങ്കിൽ അത് പറഞ്ഞാൽ മതി. അല്ല, എനിക്ക് പറയുന്നതിനൊരു മടിയില്ല. ഞാൻ ഈ പൊതുസമൂഹത്തിൽ ഉയർന്നു വന്ന ചർച്ചകൾ തന്നെയാണ് ഇപ്പൊ ഇവിടെ പറയാണ്. ബഹുമാനപ്പെട്ട പേര് പറയാൻ മടിയുണ്ട് അരുൺകുമാർ. അങ്ങനെ പറഞ്ഞ ആളുടെ അയാൾ കേരളത്തിൽ വളരെ പ്രശസ്തനായ ആളാണ്, എല്ലാവരും പേര് പറഞ്ഞാൽ അറിയുന്ന ആളാണ്. അയാളുടെ പേര് പറയാൻ പോലും നിങ്ങൾക്ക് മടിയാണ് അങ്ങനെ പറഞ്ഞ ആളുടെ. ഒരാളല്ല മിസ്റ്റർ, 100 പേരുടെ പേര് ഞാൻ പറയാം. നിങ്ങൾ എന്റെ മടിയൊന്നും കാണിക്കൊന്നും വേണ്ട. അങ്ങനെ പറഞ്ഞ 5 പേരുടെ പേര് പറ. ന്യൂനപക്ഷ പ്രീണനം കൊണ്ടാണ് നിങ്ങൾ തോറ്റതെന്ന് പറഞ്ഞ 5 പേരുടെ പേര് പറ. ആ പേര് പറയാൻ മടി എന്താണ്?
അല്ല ഇവിടെ പറയാത്തവരായിട്ട് ആരുമില്ല എന്നാ പറഞ്ഞത്. ഇടതുപക്ഷം തോറ്റത് ന്യൂനപക്ഷ പീഡനത്തിന്റെ ഭാഗമായിട്ടാണെന്ന് പറഞ്ഞ കോൺഗ്രസ് നേതാക്കന്മാർ എത്രയാണ്? അതുപോലെ ലീഗ് കോൺഗ്രസ് ന്യൂനപക്ഷ പ്രീണനം കൊണ്ടാണ് ഇടതുപക്ഷം തോറ്റത് എന്ന് പറഞ്ഞ കോൺഗ്രസ് നേതാവാരാണ്? അറിയാഞ്ഞിട്ട് ചോദിക്കുക, സീരിയസ്ലി. KPCC പ്രസിഡന്റ് പറഞ്ഞിട്ടുണ്ട്, പ്രതിപക്ഷ നേതാവ് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ എത്ര പേരുടെ പേര് തരാം? സൂചിപ്പിച്ചത് ഇവിടെ ജമാഅത്തെ ഇസ്ലാമിയുടെ പ്രതിനിധി പറയുകയാണ്. ഞാൻ പറയട്ടെ, നിങ്ങൾ ഓരോന്നായിട്ട് ഇങ്ങനെ പുട്ടിന് പീരിയഡിനോട് ചോദിക്കല്ലേ. ചർച്ചയ്ക്ക് വിളിച്ചു കഴിഞ്ഞാൽ പറയുന്നു കേൾക്കാനുള്ള മനസ്സ് വേണം. ഇത് നവോത്ഥാന സമിതിയുടെ അധ്യക്ഷനായ വെള്ളാപ്പള്ളി നടേശനും പറഞ്ഞ കാര്യമാണ്. നിങ്ങളുടെ സർക്കാരിന്റെ ഭാഗമായിട്ടുള്ള നവോത്ഥാന സമിതി അധ്യക്ഷനായ വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞതാണ്. ആ പേര് പറയാൻ നിങ്ങൾക്ക് മടിയാ, കാരണം അദ്ദേഹം എപ്പോഴും അധ്യക്ഷൻ തന്നെയാണ്. ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ, ഞാൻ ഒരു മടിയില്ല മിസ്റ്റർ. നിങ്ങൾ എന്തിനാ ഈ ഭയപ്പെടണേ? അങ്ങനെ ഭയം ഉണ്ടെങ്കിൽ ഞങ്ങൾ ഈ ചർച്ചയ്ക്ക് വരുമോ? നിങ്ങളുടെ ഈ ചർച്ചയുടെ കോർഡിനേറ്റർ വിളിച്ചപ്പോഴും ഞാൻ ഈ കാര്യം പറഞ്ഞു. ഒരു മടിയുമില്ല, അന്തസ്സായിട്ട് ചർച്ചയിൽ പങ്കെടുക്കാം. പക്ഷെ കേൾക്കാനുള്ള സഹിഷ്ണുത നിങ്ങൾ ഉണ്ടാകണം. ഒരു മറ്റൊരു ചാനലിൽ നിന്ന് ഞാൻ വരുമ്പോ 4-1 അത് താങ്കൾ കേൾക്ക്. ഇവിടെ ജമാഅത്തെ ഇസ്ലാമിയുടെ പ്രതിനിധി പറഞ്ഞു എന്താ, പൂരം കലങ്ങിയപ്പോ വലിയ തരത്തിൽ CPM-ന്റെ ഒന്ന് ആലോചിച്ചുകൂട്ടെ, 86,699 വോട്ട് നഷ്ടപ്പെട്ടത് ആരുടേതാണ്? ഈ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ജമാഅത്തെ ഇസ്ലാമിയും SDPI-യും പിന്തുണച്ച കോൺഗ്രസ് സ്ഥാനാർത്ഥിക്ക് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തൃശൂർ മണ്ഡലത്തിൽ കിട്ടിയ 86,695 വോട്ട് നഷ്ടപ്പെട്ടത് CPM അത് BJP ആയിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടാക്കിയിട്ടാണോ? ഇവിടെ LDF-ന് 16,600 വോട്ട് ഈ തൃശൂർ മണ്ഡലത്തിൽ കൂടി, കഴിഞ്ഞ തവണ കിട്ടിയേക്കാൾ കൂടി. നിങ്ങൾക്ക് 86,695 വോട്ട് കുറഞ്ഞപ്പോ ഇവിടെ ഗൂഢാലോചനയാണ്. ഞങ്ങൾ ചോദിച്ചോട്ടെ, പല ആരോപണം. അപ്പൊ പൂരം കലക്കിയത് BJP ജയിക്കാൻ വേണ്ടിയാണ്? അല്ല, അങ്ങനെയാണോ? ഈ പൂരം കലക്കിയതിന് പിന്നിൽ BJP ജയിപ്പിക്കാനുള്ള ഒരു ഗൂഢാലോചനയും അല്ല, അങ്ങനെ കലങ്ങിയിട്ടുമില്ല. എന്താണ് നിങ്ങളുടെ ഒരു വിലയിരുത്തൽ? അതൊക്കെ താങ്കൾ എത്ര ഉപചോദ്യം ചോദിച്ചാലും പൊതുജനങ്ങളുടെ മുന്നിലുണ്ട്. അത് കൃത്യമായി അന്വേഷണം നടത്തി 1600 പേജുള്ള റിപ്പോർട്ട് സമർപ്പിച്ചു. ആ 1600 പേജുള്ള റിപ്പോർട്ട് പരിശോധിച്ച് 3 കാര്യങ്ങൾ പരിശോധിക്കാൻ തീരുമാനിച്ചു. അതിൽ കൃത്യമായി കുറെ ക്രിമിനൽ ഒഫൻസ് ഉൾപ്പെട്ടിട്ടുണ്ട്. അത് അന്വേഷിക്കാൻ ഒരു പോലീസ് ഉദ്യോഗസ്ഥനെ ചുമതലപ്പെടുത്തി. ചില വകുപ്പ് ഉദ്യോഗസ്ഥന്മാരുടെ ഭാഗത്തുനിന്ന് ഗുരുതരമായിട്ടുള്ള വീഴ്ച പറ്റിയിട്ടുണ്ട്. അത് അന്വേഷിക്കാൻ മറ്റൊരു പോലീസ് ഉദ്യോഗസ്ഥൻ, അന്വേഷിക്കാനല്ല, അതിന്റെ റിപ്പോർട്ട് ക്രോഡീകരിക്കാൻ. ഇന്ന് ഏറ്റവും അവസാനം നിങ്ങളെല്ലാം സംശയത്തോടെ കണ്ടുകൊണ്ടിരുന്ന ADGP-യുമായി ബന്ധപ്പെട്ടുകൊണ്ട് അദ്ദേഹം സ്ഥലത്തുണ്ടായിരുന്നിട്ടും ഈ പൂരം കലങ്ങുന്ന സാഹചര്യത്തെ നേരിടാൻ ഇടപെട്ടിട്ടില്ല എന്ന് DGP തന്നെ രേഖപ്പെടുത്തി. ആ റിപ്പോർട്ട് ക്രോഡീകരിച്ച് നടത്താൻ പറഞ്ഞു. വേറെ അന്വേഷണമൊന്നുമല്ല, ആ റിപ്പോർട്ട് ക്രോഡീകരിച്ച് ഇപ്പം കുറച്ച് നേരം മുമ്പ് ആ റിപ്പോർട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരാളെയും സംരക്ഷിക്കുന്ന നിലപാടെടുക്കില്ല. അതിശക്തമായി ഗവൺമെന്റ് പോകും. ഇത് വ്യക്തിയല്ലല്ലോ, ഗവൺമെന്റ് ആണ്. നിയമപരമായിട്ടേ പോകാൻ കഴിയൂ. അന്വേഷണ റിപ്പോർട്ട് വേണം. ഞാനൊന്ന് ചോദിച്ചോട്ടെ, 2 ഈ സഹ പാനലിസ്റ്റുകളും പറഞ്ഞു ഇടതുപക്ഷത്തിന്റെ തന്നെ MLA കോട്ട് ചെയ്ത നിരവധി ആരോപണം ആർക്കുമെതിരെ ഉന്നയിക്കാം മിസ്റ്റർ. ഞാൻ അജിംസിനെതിരെ കുറച്ച് ആരോപണം ഉന്നയിച്ചു. പക്ഷെ വസ്തുത വേണ്ടേ, ക്രെഡിബിലിറ്റി വേണ്ടേ? ഏത് ആരോപണത്തിലാണ് കൃത്യമായിട്ടുള്ള തെളിവ് ഹാജരാക്കിയത്? CPM സംസ്ഥാന കമ്മിറ്റിക്ക് ഒരു പരാതി തന്നു. ആ പരാതി പരിശോധിച്ചുകൊണ്ട് ഗോവിന്ദൻ മാസ്റ്റർ തന്നെ ശ്രീ PV അൻവറെ വിളിച്ചു. നിങ്ങൾ പറഞ്ഞ കാര്യങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള തെളിവുകളുമായിട്ട് വരണമെന്ന് പറഞ്ഞു. ഒക്ടോബർ മാസം 3-ാം തീയതി തിരുവനന്തപുരത്തേക്ക് വരൂ, അന്നേരം ഞാൻ തെളിവ് കൊണ്ടുവരാമെന്ന് പറഞ്ഞു. പിറ്റേ ദിവസം പത്രസമ്മേളനം നടത്തി വീണ്ടും ആരോപണമാണ്. എന്ത് തെളിവാണ് അദ്ദേഹം ഹാജരാക്കിയത്? അദ്ദേഹം ഗവൺമെന്റിന് ഒരു പരാതി കൊടുത്തു. ആ ഗവൺമെന്റിന് കൊടുത്ത പരാതിയിൽ പൊളിറ്റിക്കൽ സെക്രട്ടറി P ശശിക്കെതിരെ പരാമർശമേ ഇല്ല. അതിനെതിരെ അതിന്റെ കോപ്പി പാർട്ടി സംസ്ഥാന കമ്മിറ്റിക്ക് കൊടുത്തു. അപ്പൊ പാർട്ടി പറഞ്ഞു നിങ്ങൾ പത്രസമ്മേളനം നടത്തുന്ന ആരോപണങ്ങളിൽ P ശശിക്കെതിരെ ആരോപണമുണ്ട്, ഈ പരാതിയിൽ ഇല്ലല്ലോ. അപ്പൊ രണ്ടാമതൊരു പരാതി കൊടുക്കുകയാണ്. ആരോപണം ആർക്കും ഉന്നയിക്കാം മിസ്റ്റർ. ആ ആരോപണത്തിൽ ക്രെഡിബിലിറ്റി വേണം, തെളിവ് വേണം. ആ തെളിവില്ലാതെ ഗവൺമെന്റിന് പ്രവർത്തിക്കാൻ കഴിയുമോ? അദ്ദേഹം ആദ്യം മുതൽ അന്വയിച്ച ആരോപണത്തെ എടുത്തു പരിശോധിക്ക്. അവസാനം പറയാണ് ഞാൻ കൊടുത്ത പരാതി പുറത്തുവിടാം. പരാതി കൊടുത്തിട്ട് അതിന്റെ കോപ്പി ആർക്കും പുറത്തുവിടാം. ജനങ്ങൾക്ക് വേണ്ടത് തെളിവാണ്, നിയമവ്യവസ്ഥയ്ക്ക് വേണ്ടത് തെളിവാണ്. ഏതെങ്കിലും തരത്തിൽ തെളിവുകൾ ഹാജരാക്കിയാൽ ആ ഉദ്യോഗസ്ഥനെതിരെ നടപടിയെടുക്കാൻ ഗവൺമെന്റിന് എന്തിനാണ് ബുദ്ധിമുട്ട്? ഒറ്റക്കാര്യം ഞാൻ കോൺഗ്രസ് പ്രതിനിധിയോട് ചോദിക്കുക, 8 വർഷമായി നിങ്ങൾ ഉന്നയിച്ച ഏത് ആരോപണമാണ്? ജലമെട്രോ ആയാലും K-ഫോൺ ആയാലും AI ക്യാമറ ആയാലും നിങ്ങൾ ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ച് കയറി ഇറങ്ങിയ എത്രയോ കേസുകളുണ്ട്. ഏതെങ്കിലും ഒരു ആരോപണം ഈ ഗവൺമെന്റിനെതിരെ തെളിയിക്കാൻ നിങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ടോ? അതായത് ADGP അജിത് കുമാറിനെതിരെ ഇപ്പോൾ നടക്കുന്ന വ്യത്യസ്ത ഏജൻസികളുടെ അന്വേഷണത്തിൽ PV അൻവർ തെളിവ് കൊടുത്തില്ലെങ്കിൽ പോലീസ് ഒന്നും കണ്ടെത്തില്ല എന്നാണ് പറയുന്നത്. ഇല്ല, മുഖ്യമന്ത്രിയുടെ ആദ്യത്തെ പത്രസമ്മേളനം നിങ്ങൾ കേട്ട് കാണുമല്ലോ. ഏത് വ്യക്തി ഉന്നയിക്കുന്നു എന്നതിലല്ല, വിഷയത്തിന്റെ മെറിറ്റാണ് പ്രധാനം. ആ മെറിറ്റ് ഈ കേരളത്തിലെ ഒന്നാമത്തെ പോലീസ് ഉദ്യോഗസ്ഥനാണ് ശശിക്കെതിരെ ഒരു LDF സ്വതന്ത്ര MLA പരാതി കൊടുത്താൽ പാർട്ടി അന്വേഷിക്കുമ്പോൾ ആ സ്വതന്ത്ര MLA തന്നെ തെളിവ് കൊണ്ടുപോയി കൊടുക്കണം, എന്നാലേ പാർട്ടി അത് പരിഗണിക്കൂ.
അതൊക്കെ നിങ്ങളുടെ വ്യാഖ്യാനം. ആ വ്യാഖ്യാനമാണ് പ്രശ്നം. നിങ്ങളാ ചോദിച്ച തെളിവ് എവിടെയാണ്? അൻവർ തെളിവ് എവിടെ? അൻവറിന്റെ പണി തെളിവ് കണ്ടെത്തലാണോ? ആരാ കണ്ടെത്തേണ്ടത്? ഏത് വിഷയം ആയിക്കോട്ടെ. അല്ല, ഇവിടെ അൻവർ തെളിവ് കൊടുത്തിട്ടാണോ ഇപ്പൊ അന്വേഷണം നടക്കുന്നത്? അന്വേഷണം തെളിവ് ഹാജരാക്കാൻ വരുമ്പോൾ അന്നേരം ബബ്ബ അടിച്ചിട്ട് കാര്യമില്ലല്ലോ. വീണ്ടും പത്രസമ്മേളനം നടത്തി വീണ്ടും ഗീർവാണം അടിച്ചിട്ട് കാര്യമില്ല. പക്ഷേ അന്വേഷിക്കുന്നവർ കൃത്യമായി തന്നെ പരിശോധിക്കും, തെളിവുകൾ കണ്ടെത്തും. തെളിവ് ഉണ്ടെങ്കിൽ, ഇല്ലാത്തത് കണ്ടെത്താൻ പറ്റില്ലല്ലോ. ഗവൺമെന്റിനെ സംബന്ധിച്ചിടത്തോളം ഒരാളെയും പ്രൊട്ടക്ട് ചെയ്യേണ്ട. ഞങ്ങൾക്ക് ജനങ്ങളോടാണ് കമ്മിറ്റ്മെന്റ്. വാക്കു പറഞ്ഞ വാക്ക് പാലിക്കണം, പ്രകടന പത്രിക നടപ്പാക്കണം, ഒരു വിജ്ഞാന സമൂഹമാക്കി കേരളത്തെ മാറ്റണം. 2 കൊല്ലം കൊണ്ട് 28ാം സ്ഥാനത്ത് നിന്ന് വ്യവസായ സൗഹൃദത്തിന്റെ കാര്യത്തിൽ 1ാം സ്ഥാനത്തെത്തി. സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മുമ്പ് തന്നെ വ്യവസായ കേന്ദ്രമായിരുന്ന മഹാരാഷ്ട്രയെയും ഗുജറാത്തിനെയും പിന്തള്ളിയ നമ്മൾ 1ാമതെത്തിയെ. നിങ്ങൾ ആരും അറിഞ്ഞിട്ടുണ്ടോ? അത് ഒരു ന്യൂസ് അവർ അതിനുവേണ്ടി ഇത്രയും പുരോഗതി അവാർഡാണ് ഈ കേരളത്തെ തേടി ഇത്രയും പുരോഗതി കൈവരിച്ച കേരളത്തെ കുറിച്ച്, പിണറായി വിജയൻ സർക്കാരിന് കീഴിൽ ഇത്രയും പുരോഗതി കൈവരിച്ച കേരളത്തെ കുറിച്ചാണ് റിസാല പറയുന്നത്. CPM ഇത് നിങ്ങളുടെ അവസാന ബസ്സാണ്, വീണ് കിടക്കുന്ന സ്റ്റാലിൻ പ്രതിമ സാക്ഷി. മുകളിൽ മറ്റൊരു ഹെഡിങ് കൂടിയുണ്ട്, പിണറായി വിജയൻ ആരുടെ PR ഏജൻസി. മുഖപ്രസംഗമാണ്. അവർ നിങ്ങൾക്കെതിരെ സംസാരിച്ചവരല്ല, അവരും ഈ മഴവിൽ സഖ്യത്തിന്റെ ഭാഗമായി ഇവരാൽ വശംബദ്ധരായി നിങ്ങളെ വിമർശിക്കുന്നതാണോ? ആയിക്കോട്ടെ. ഇതിപ്പോഴേ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അധികാരത്തിൽ വന്നാൽ തൂങ്ങിച്ചാവും എന്ന് പറഞ്ഞ പത്രമുത്തശ്ശിയുണ്ട്, നമുക്കറിയാം. ഇടതുപക്ഷം ഇനി 100 കൊല്ലത്തേക്ക് അധികാരത്തിൽ വരുന്നതെന്ന് പറഞ്ഞ കണ്ടോ? മറ്റേ ഇവിടെ കൃത്യമായിട്ട് അറക്കപ്പറമ്പിൽ കുര്യൻ മകൻ ആന്റണി ഉണ്ട്. ഇവിടെ എത്രയോ സാഹചര്യങ്ങൾ ഇവിടെ ഉണ്ടായിട്ടുണ്ട്. ലാസ്റ്റ് ബസ്സാണെന്ന് കുറെ നമ്മൾ കേട്ടു. ഒരിക്കലും ഭരണ തുടർച്ച ഉണ്ടാക്കാത്ത കേരളത്തിൽ തുടങ്ങി എങ്ങനെയെങ്കിലും എന്റെ ചോദ്യം അവരും ഈ മഴവിൽ സഖ്യത്തിൽ ഉണ്ടോ എന്നാണ്. അവരും വിമർശിക്കുന്നുണ്ട്. ഈ ലാസ്റ്റ് ബസ്സാണെന്ന് ഇവരൊന്നും പറഞ്ഞിട്ടില്ല, ഈ മഴവിൽ സഖ്യത്തിൽപ്പെട്ട മറ്റുള്ളവർ പറഞ്ഞിട്ടില്ല. ഇവർ പറയുന്നു ലാസ്റ്റ് ബസ്സാണെന്ന്. അവരും ഈ മഴവിൽ സഖ്യത്തിൽ ഉണ്ടോ? അരുൺകുമാർ ചോദിക്കുകയാണ്. അതെങ്ങനെ? അല്ല ഞാൻ ചോദിക്കട്ടെ, മഴവിൽ സഖ്യത്തിൽപ്പെട്ടവർ മറ്റുള്ളവർ പറഞ്ഞിട്ടില്ല എന്ന് താങ്കൾക്ക് എങ്ങനെ പറയാം? ഈ കേരളത്തിന്റെ KPCCയുടെ പ്രസിഡന്റ് ഓരോ ദിവസം പത്രസമ്മേളനം നടത്തുമ്പോൾ നമ്മളൊക്കെ അപമാനിച്ചുകൊണ്ട് എത്ര തവണ പറയുന്നു? അവർ പറയുന്നുണ്ട് ഇവർ മഴവിൽ സഖ്യത്തിലുണ്ടോ? കാന്തപുരം വിഭാഗം പിന്നെ ഇല്ലാന്ന് താങ്കൾ പറഞ്ഞു. ഇവർ മഴവിൽ പരിശോധിക്കേണ്ടതാണ്. ഇപ്പോ ഇത്തരത്തിലൊരു ലേഖനം എഴുതി ഞാൻ പറഞ്ഞല്ലോ, ഇപ്പൊ കേരളത്തിന്റെ പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി ഇന്നലെ പത്രസമ്മേളനം നടത്തി ഇത്ര വിശാലമായ സഖ്യത്തെക്കുറിച്ച് വിശദമായിട്ട് പറഞ്ഞു. ആരൊക്കെ ഉണ്ട്, എന്തൊക്കെ ഉണ്ടെന്നുള്ള വരും ദിവസങ്ങൾ, ഇനി 1.5 വർഷം ഇപ്പൊ തുടങ്ങിയല്ലോ, അജണ്ട പരിപാടി തുടങ്ങിയല്ലോ. എങ്ങനെയെങ്കിലും ഇനി ഒരു ഭരണ തുടർച്ച ഉണ്ടാകാൻ പാടില്ല എന്ന ലക്ഷ്യം. എന്നാൽ ഒറ്റ പ്രശ്നം ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കാം. പക്ഷെ K. മുരളീധരൻ എന്നൊരു കോൺഗ്രസ് നേതാവുണ്ട്. അദ്ദേഹം പറഞ്ഞു ഈ വാർത്തകൾ പലതും മാധ്യമങ്ങൾ കൊണ്ടുവരും, അത് കണ്ട് കോൺഗ്രസ് വളരെ സന്തോഷത്തോടെ ഇരിക്കും. ഇങ്ങനെ വന്ന 3ാം പിണറായി സർക്കാരിനെ കാണേണ്ടി വരും, 4ാം LDF സർക്കാരിനെ കാണേണ്ടി വരും, ആജീവനാന്തം കോൺഗ്രസ് പ്രതിപക്ഷമായിട്ട് ഇരിക്കേണ്ടി വരുമെന്ന് K. മുരളീധരൻ പറഞ്ഞിട്ട് ഒരാഴ്ച ആയുള്ളൂ. അതുകൊണ്ട് ചില കോൺഗ്രസ് നേതാക്കന്മാർക്ക് ഇതിന്റെ അണ്ടർഗ്രൗണ്ട് മനസ്സിലാകുന്നുണ്ട്. ഇതൊക്കെ വരും ദിവസങ്ങളിൽ ജനങ്ങൾ തിരിച്ചറിയുന്ന സാഹചര്യം ഉണ്ടാകും. ശരി ശബരിനാഥൻ, ഇപ്പോൾ ഈ മഴവിൽ സഖ്യത്തിൽ ഇനിയും കൂടുതൽ ആളുകൾ ഉണ്ടാകും എന്നൊരു ആശങ്ക അരുൺകുമാർ പങ്കുവെക്കുന്നുണ്ട്. ഇപ്പോൾ കാന്തപുരം വിഭാഗത്തിന്റെ മാസിയെക്കുറിച്ച് ചൂണ്ടിക്കാണിച്ചപ്പോൾ അതൊക്കെ ഇനി വരേണ്ട കാര്യമാണ് എന്നാണ്. അപ്പോൾ ഈ മഴവിൽ സഖ്യം ഇനി വികസിക്കുകയാണോ? അതിലെ പ്രശ്നം എന്താണെന്നറിയോ അജിംസെ, ഇപ്പം ഇവിടെ ഇരുന്ന് ഞാൻ വിഷയത്തിൽ അല്പം തെന്നി മാറുകയാണ്. ഇപ്പോൾ പ്രിയപ്പെട്ട ശ്രീ അരുൺകുമാർ പറഞ്ഞു ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ്സിൽ കേരളം മഹാരാഷ്ട്രയെ തോൽപ്പിച്ചു 1ാമതായി എന്നുള്ളത്. അത് ശരിയായിട്ടുള്ളൊരു വസ്തുതയാണ്. ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ്സിന് വേണ്ടിയുള്ള റിഫോംസിന് വേണ്ടിയുള്ള ഒരു റാങ്കിങ് നടത്തിയിരുന്നു. ആ റിഫോംസിൻ്റെ ഭാഗമായി കേരളം ചെയ്ത ചില പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ട് ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ്സിൻ്റെ റിഫോംസ് നടപ്പിലാക്കിയതിൽ നമുക്ക് ഏറ്റവും നല്ല സ്ഥാനമുണ്ട്. നല്ല കാര്യം, ഞാൻ അംഗീകരിക്കുന്നു. പക്ഷെ അതിൻ്റെ അർത്ഥം ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ്സിൽ കേരളത്തിന് ആന്ധ്രാപ്രദേശിലെ മഹാരാഷ്ട്ര എന്താ പറഞ്ഞത്, കാലാകാലങ്ങളായി ബിസിനസ്സും ബ്ലൂ ചിപ്പും ഒക്കെയുള്ള ബോംബെ മഹാരാഷ്ട്ര പിന്നിട്ട് 1ാം സ്ഥാനത്തൊക്കെ ചുമ്മാ കയറി പറയില്ല. നാട്ടുകാരും പത്രം വായിക്കുന്നതാണ്, നാട്ടുകാരും ഓൺലൈനിൽ നോക്കുന്നതാണ്. ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ്സിൽ കേരളത്തിൻ്റെ സ്ഥാനം ഇപ്പോഴും 15ാമതാണ്. അത് മെച്ചപ്പെട്ട് വരുന്നുണ്ട്, നല്ല കാര്യം. മെച്ചപ്പെട്ട ഒന്നായാൽ സന്തോഷിക്കുന്ന ആളാണ് ഞാൻ. പക്ഷെ നിങ്ങൾ മെച്ചപ്പെട്ടോ എന്ന് പറയുന്നതൊക്കെ ഇതാണ് നിങ്ങളുടെ പ്രശ്നം. ഞാൻ ഒരു കാര്യം പൂർണ്ണമായി പഠിക്കാതെ ആരെങ്കിലും അയക്കുന്നത് കേട്ട് അതങ്ങ് തുള്ളിച്ചാടുകയാണ്. അതാണ് ഞാൻ പറഞ്ഞത്. ഞാൻ അതിന് ശാന്തമായ രീതിയിൽ നിങ്ങളുടെ പാർട്ടി ഘടനയ്ക്കകത്തിരുന്ന് നിങ്ങൾ ചർച്ച ചെയ്ത് കാര്യങ്ങൾ മനസ്സിലാക്കൂ. ഞാൻ വീണ്ടും പറയുന്നു, പൊതുജന വികാരം, ശ്രീ K. മുരളീധരൻ പറഞ്ഞ കാര്യമോ പ്രസിഡന്റ് പറഞ്ഞ കാര്യത്തിലേക്ക് കടക്കുന്നില്ല. പക്ഷേ ഇവിടെ പൊതുജനങ്ങൾ, ഇവിടെ CPMൻ്റെ കാര്യങ്ങൾ സംശയമുണ്ട്. ഒരൊറ്റ കാര്യം, ഇവിടെ നിങ്ങൾ എല്ലാ മാധ്യമങ്ങളും എല്ലാ പത്രങ്ങളും നിങ്ങൾ നാട്ടുകാരോട് സംസാരിക്കൂ. ഈ മുഖ്യമന്ത്രിയുടെ മിനിഞ്ഞാന്നത്തെ പ്രസ് കോൺഫറൻസിന് ശേഷം, ആ PR ഏജൻസിയുടെ വിഷയത്തിന് ശേഷം ഒരൊറ്റ ചോദ്യം മാറി അവിടെ നിന്ന് എല്ലാ ചാനലുകാരും ചോദിച്ചു.
എന്നാൽ പിന്നെ ഈ പറഞ്ഞ ഹിന്ദു പത്രത്തിനെതിരെയോ അല്ലെങ്കിൽ കൈസൺ എന്ന് പറഞ്ഞ കമ്പനിക്കെതിരെ നിങ്ങൾ മാനനഷ്ടത്തിന് കേസ് കൊടുക്കൂ, അല്ലെങ്കിൽ അത് ദേശദ്രോഹത്തിന് കേസ് കൊടുക്കൂ. അപ്പം ചിരിക്കുന്നു, ഒരു മിണ്ടാട്ടവുമില്ല. ഇത് LDF കണ്ടിനോട് ചോദിക്കുകയാണ്, നിങ്ങൾ ഹിന്ദു പത്രത്തിനെതിരെ കേസെടുക്കുന്നുണ്ടോ? നിങ്ങൾ കൈസൺ കമ്പനി തെറ്റിദ്ധരിപ്പിച്ചതിലേക്ക് തെറ്റിദ്ധരിപ്പിക്കുന്നത് ചെറിയ തെറ്റിദ്ധാരണയല്ല. ഇവിടെ വർഗീയമായിട്ടുള്ള വിഷം മുഖ്യമന്ത്രി അറിയാതെ മുഖ്യമന്ത്രിയുടെ പ്രസ് കോൺഫറൻസിലേക്ക് എഴുതി ചേർത്തണമെന്ന് ആലോചിച്ച് നോക്കൂ. അത്ര ചെറിയൊരു തെറ്റാണോ അത്? മുഖ്യമന്ത്രി പറഞ്ഞില്ല എന്ന് നിങ്ങൾ ഇപ്പോൾ അവകാശപ്പെടുന്ന വാക്കുകൾ അത് ഇങ്ങനെ തള്ളിക്കയറ്റുകയാണ്. അതെന്തൊരു തെറ്റാണത്? ഇവിടെ ഒരു സ്പർദ്ധ കൂടുതൽ ഉണ്ടാക്കുവാൻ രീതിയിലുള്ള വർഗീയ വിഷം, അത് ഞാൻ ആ പൂർണ്ണമായ കഥ ഞാൻ വിശ്വസിക്കുന്നില്ല. എന്നാലും അങ്ങനെ വിശ്വസിച്ചുകൊണ്ടിരിക്കട്ടെ. മുഖ്യമന്ത്രി പറയാത്തൊരു കാര്യം ഇഞ്ചക്ഷൻ വെച്ച് വർഗീയത ആ മുഖ്യമന്ത്രിയുടെ പ്രസ്താവനയിൽ കയറ്റി, അത് ഹിന്ദു പത്രത്തിൽ കോടാനുകൂടി ആളുകൾ കണ്ടതിന് ശേഷവും അതിന് മറുപടി ഹഹയാണ്, അതിന് മറുപടി മൗനമാണ്. ഇത് കേരളത്തിലെ ജനങ്ങൾ കാണുകയില്ലേ? അപ്പോൾ നിങ്ങളുടെ ഇൻറ്റൻഷൻസിന് സംശയമുണ്ട്. ആ സംശയമുള്ള ആളുകളാണ് കോൺഗ്രസ്, ആ സംശയമുള്ള ആളാണ് മുസ്ലിം ലീഗ്, അതിൽ സംശയമുള്ള ആളാണ് അൻവർ, അതിൽ പാതി സംശയമുള്ള ആളാണ് ശ്രീ KT ജലീൽ, അതിൽ സംശയമുള്ള ആളുകളാണ് APM ഉസ്താദ്, നമ്മുടെ റിസാല, അതിൽ സംശയമുള്ള ആളുകളാണ് ജമാഅത്തെ ഇസ്ലാമി, അതിൽ സംശയമുള്ള പല പാർട്ടികളുമുണ്ട്, അതിൽ സംശയമുള്ള ആളുകളാണ് AITUC, അതിൽ സംശയമുള്ള ആളുകളാണ് പൊതുസമൂഹം. അവരെല്ലാം കൂടെ നിങ്ങൾ കൂട്ടിക്കെട്ടി നമ്മളെല്ലാം ചേർത്ത് പിടിച്ച് നിങ്ങൾക്കെതിരെയുള്ള മഴവിൽ മുന്നണിയാക്കുകയാണെങ്കിൽ ആ മഴവിൽ മുന്നണി ഇപ്പുറത്ത് അങ്ങനെ വിചാരിച്ചാൽ തന്നെ അതിനിപ്പുറത്ത് ഇപ്പോൾ നിൽക്കുന്നത് നിങ്ങളും BJPയുമാണ്. നിങ്ങൾ ചോദിച്ചല്ലോ ഒരു തരത്തിലുള്ള ഒരു അന്വേഷണം പൂർത്തിയായിരുന്നത്. അതാണ് മെയിൻ പ്രശ്നം. ഇവിടെ കരുവന്നൂർ ബാങ്ക് നിങ്ങൾ BJP തമ്മിലുള്ള അന്തർധാര കാരണം ഇപ്പം ഒടുക്കാതിരിക്കുകയല്ലേ? സ്വർണ്ണക്കടത്തിൻ്റെ 1ാം ഘട്ടം, ഞാൻ phase 1 എന്ന് പറയും. അതിന് കാരണമായി ശിവശങ്കർ 48 ദിവസം, എത്രയോ ദിവസം, 3-3.5 മാസം ജയിലിൽ കിടന്നു. അതിൻ്റെ ഇപ്പോഴും അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒന്നും തീർന്ന് ക്ലീൻ ചിറ്റ് കിട്ടിയില്ലല്ലോ. അതേപോലെ തന്നെ നമ്മുടെ കരിമണൽ വിവാദം, അതുപോലെ തന്നെ കരിമണൽ കേസ്. അല്ല, ഞാൻ പറഞ്ഞു വരുന്നത് ഇതൊന്നും അടഞ്ഞ അധ്യായം നമ്മൾ പറയുന്നത് ഈ കരിവന്നൂരും കരിമണലും ഒക്കെ കിടക്കുന്നതുകൊണ്ടാണ് നമ്മൾ അഡ്ജസ്റ്റ്മെന്റ് കിടക്കുന്നത്. ഇന്ന് നിങ്ങൾ K. സുരേന്ദ്രന് ഒന്ന് സഹായിക്കാൻ വേണ്ടി ചെറിയൊരു ഹെൽപ്പോട് ചെയ്തു കൊടുത്തു, അത്രയേ ഉള്ളൂ. ഇത് പൊതുസമൂഹം കാണുകയാണ്, അതിന് ചോദ്യം ചെയ്യുക തന്നെ ചെയ്യും. ശരി. T. മുഹമ്മദ് വാള, ഇവിടെ അരുൺകുമാർ തുടക്കത്തിൽ സംസാരിച്ചപ്പോൾ ഒരു കാര്യം ചൂണ്ടിക്കാട്ടിയിരുന്നു. ബംഗാളിൽ കമ്മ്യൂണിസ്റ്റ് ഭരണത്തെ കടപുഴക്കാൻ അവിടെ മാവോയിസ്റ്റുകൾ, തൃണമൂൽ കോൺഗ്രസ്, ജമാഅത്തെ ഇസ്ലാമി തുടങ്ങിയ ഇതുപോലൊരു മഴവിൽ സഖ്യം അവിടെ രൂപം കൊണ്ടിരുന്നു എന്ന്. പക്ഷേ ഈ മഴവിൽ സഖ്യത്തിൻ്റെ പ്രചാരണങ്ങളിൽ ജനങ്ങൾ വശംവദരായി അവർക്കെതിരെ വോട്ട് ചെയ്യുന്നത് എന്തുകൊണ്ടാണ്? ജനങ്ങൾ അത്ര പ്രബുദ്ധരല്ലേ? അജിംസെ, യഥാർത്ഥത്തിൽ പാർട്ടി ആലോചിക്കേണ്ടത് അതാണ്. ഇപ്പോൾ ബംഗാളിലും കേരളത്തിലും ഒക്കെ ജമാഅത്തെ ഇസ്ലാമി ഇങ്ങനെയൊക്കെയുള്ള മാവോയിസ്റ്റുകൾ എന്ന് പറയുന്നത് പോലും ഒരു മാസ് മൂവ്മെൻ്റ് എന്ന അർത്ഥത്തിൽ അവർ ഭയങ്കര മിലിറ്റൻ്റ് ആയിരിക്കാം. മാസ് മൂവ്മെൻ്റ് എന്ന അർത്ഥത്തിൽ അവർക്ക് വളരെ ചെറിയ സ്വാധീനമാണ് ബംഗാളിൽ ഉൾപ്പെടെ, പ്രത്യേകിച്ച് പഴയ നക്സൽ ബാരിക്ക് ശേഷം സമൂഹത്തിലുള്ളത്. കേരളത്തിൽ അത് താരതമ്യേന അതിനേക്കാൾ ദുർബലമായ ചെറിയ ചെറിയ ഗ്രൂപ്പുകളാണ് ഈ മാവോയിസ്റ്റുകൾ എന്നൊക്കെ പറയുന്നത്. അപ്പോൾ ഇവർക്കൊക്കെ ജനങ്ങളെ സ്വാധീനിച്ച് ഇടതുപക്ഷത്തെ അട്ടിമറിക്കാൻ മാത്രമല്ല, ബംഗാളിലൊന്നൊരു തിരിച്ചുവരവ് സാധ്യമല്ലാത്ത രീതിയിൽ ബംഗാളിൽ പാർട്ടിയുടെ അവസ്ഥ എന്താണ് എന്ന് ഇവിടുത്തെ CPM പ്രതിനിധി അരുൺകുമാറിന് അറിയാമായിരിക്കും. പ്രസംഗം കേൾക്കാനെത്തിയവർ നിങ്ങളുടെ പാർട്ടിക്കാരാണെന്ന്, നിങ്ങളുടെ പ്രവർത്തകരാണെന്നൊക്കെയാണ് പാർട്ടിയുടെ വിശദീകരണം. നിങ്ങൾ അത്ര ചെറിയ പാർട്ടിയാണോ? അജിംസെ, ഞങ്ങളെ പാർട്ടിക്കാർക്ക് ഞങ്ങളുടെ പാർട്ടി പരിപാടിക്ക് തന്നെ പോയിട്ട് തീരാൻ സമയം. ഞാൻ ഇന്ന് ജമാഅത്തെ ഇസ്ലാമിയുടെ ഒരു കൺവെൻഷനിൽ നിന്നാണ് വരുന്നത്. അവർ പറയുന്നത് സംഘടനാ പരിപാടികളുടെ ആധിക്യത്തിൻ്റെ പ്രശ്നങ്ങളാണ് അവർ ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നത്. അവർക്ക് ഏതായാലും ജമാഅത്തെ ഇസ്ലാമിൻ്റെ പരിപാടി കഴിഞ്ഞിട്ട് അൻവറിൻ്റെ പരിപാടിക്ക് പോകാൻ സമയം ഉണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നില്ല. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ഒരു അന്തരീക്ഷത്തിൽ ഇവിടെ മാവോയിസ്റ്റുകൾ, ജമാഅത്തെ ഇസ്ലാമി, ഇനി അല്ലെങ്കിൽ കാന്തപുരം, അല്ലെങ്കിൽ അങ്ങനെയുള്ള പല പല ചെറിയ ചെറിയ ഗ്രൂപ്പുകൾ, ഇവരൊക്കെ വിചാരിച്ചാൽ CPM അട്ടിമറിക്കുക. അതാണ് ഞാൻ പറഞ്ഞു തുടങ്ങിയത്. അട്ടിമറിക്കുന്ന കേസ് മാത്രമല്ല, ബംഗാളിൽ ഒരു തിരിച്ചു വരവ് സാധ്യമല്ലാത്ത രീതിയിൽ പാർട്ടി ഇല്ലാതായി. പാർട്ടി സ്വപ്നം കാണുക പോലും ചെയ്യുന്നില്ല ബംഗാളിൽ പാർട്ടി തിരിച്ചു വരുമെന്ന്. ഇങ്ങനെ ഇല്ലാതാക്കാൻ കഴിയുന്നത് എന്തുകൊണ്ടാണ്? ദീർഘകാലം പാർട്ടി കർഷക സമരങ്ങളും തൊഴിലാളി സമരങ്ങളും ഒക്കെ നടത്തി, വിദ്യാർത്ഥി യുവജന സംഘാടനം നടത്തി, വർഗ ബഹുജന സംഘടനകൾ കെട്ടിപ്പടുത്ത് സാഹിത്യ സാംസ്കാരിക പ്രവർത്തനങ്ങൾ നടത്തിയ നാടുകളിൽ മാവോയിസ്റ്റുകളോ ആരെങ്കിലുമൊക്കെ വിചാരിച്ചാൽ തകർന്ന് തരിപ്പട അങ്ങനെ തകർത്ത് കളയാൻ കഴിയുന്ന രീതിയിൽ സോവിയറ്റ് റഷ്യ അങ്ങനെ തകർന്നു പോയതാണ്. ഒറ്റ കാര്യം കൂടി, ഇവിടെ ഈ കാന്തപുരത്തിന്റെ ഈ മാസികയിൽ ഈ റിസാലയിൽ വന്ന ആ വാക്ക്, അത് ലാസ്റ്റ് ബസ്സാണ് CPMന്റെ, അങ്ങനൊരു അഭിപ്രായം നിങ്ങൾക്കുണ്ടോ? CPMന്റെ ലാസ്റ്റ് ബസ്സാണോ ഇത്? ഒരിക്കലുമില്ല. ഞങ്ങൾ പറയുന്നത് CPM തെറ്റ് തിരുത്തണം. അജിംസെ, ആലോചിച്ച് നോക്ക്, ഈ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ എടുത്തൊരു നിലപാടെന്താ? ഈ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ മത്സരിക്കുന്നത് ഇന്ത്യ മുന്നണിയിലെ 2 ഘടകകക്ഷികളാണ്.
അവരെ സംബന്ധിച്ചിടത്തോളം എന്ത് മത്സരമാണെങ്കിലും ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇതൊരു സൗഹൃദ മത്സരമാണ് ഞങ്ങളുടെ വീക്ഷണകോണിൽ. അതുകൊണ്ട് 2019 തെരഞ്ഞെടുപ്പിൽ ഞങ്ങളുമായി ബന്ധപ്പെട്ടവർ കേരളത്തിൽ UDF അനുകൂലമായ വളരെ ശക്തമായ പ്രചണ്ഡമായ രാഷ്ട്രീയ പ്രചരണം നടത്തി. എന്തുകൊണ്ടാണ് ജമാഅത്തെ ഇസ്ലാമിയുമായി ബന്ധപ്പെട്ടവർ ഈ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ UDF അനുകൂലമായിട്ട് രാഷ്ട്രീയ പ്രചരണം നടത്താതിരുന്നത്? രണ്ടു കൂട്ടരും ഇന്ത്യ സഖ്യത്തിന്റെ ഭാഗമാണ്. പക്ഷേ അങ്ങനെയുള്ള ഒരു തരത്തിലുള്ള മര്യാദയും CPM കാണിച്ചില്ല. അവര് ജമാഅത്തെ ഇസ്ലാമിയെ ഉപയോഗിച്ച് ഇവിടെ വർഗീയ ധ്രുവീകരണം ഉണ്ടാക്കാം, മലപ്പുറത്ത് ഉപയോഗിച്ച് വർഗീയ ധ്രുവീകരണം ഉണ്ടാക്കാം എന്ന് വിചാരിക്കുന്ന ആളുകൾ ജമാഅത്തെ ഇസ്ലാമിയെ ഉപയോഗിച്ച് വർഗീയ ധ്രുവീകരണം ഉണ്ടാക്കാം എന്ന് ആലോചിക്കുന്നതിൽ എന്ത് അത്ഭുതമാണുള്ളത്? അതാണ് അവർ ചെയ്തത്. ശരി, അരുൺകുമാർ പറയൂ. സമയം തീരാ. ഇപ്പോ ജമ്മു കാശ്മീരിൽ വർഷങ്ങളായിട്ട് CPMന്റെ കയ്യിലിരിക്കുന്ന ഒരു മണ്ഡലമാണല്ലോ കൽഗാം. യൂസഫ് തരിഗാമിയാണ് MLA. ഈ രാജ്യത്ത് ഉയർന്നു വരുന്ന ഏറ്റവും ശക്തമായിട്ടുള്ള പ്രശ്നങ്ങളിലെല്ലാം അതിശക്തമായിട്ടുള്ള നിലപാട് സ്വീകരിച്ച ഒരു MLA ആണ്. അദ്ദേഹത്തിനെതിരെ മത്സരിക്കുന്നത് ജമ്മു കാശ്മീരിലെ ജമാഅത്തെ ഇസ്ലാമിയ. അവിടെ വേറെ സംഘടനയാണ് അരുൺകുമാർ. ഫോർ യുവർ ഇൻഫർമേഷൻ, ജമാഅത്തെ ഇസ്ലാമി ഹിന്ദിന്റെ ഭാഗമല്ല. ജമാഅത്തെ ഇസ്ലാമി ഹിന്ദിന്റെ ഭാഗമല്ല കാശ്മീർ ജമാഅത്തെ ഇസ്ലാമി. അതൊരു വസ്തുതയാണ്. ഇവരല്ല അതിന് മറുപടി പറയേണ്ടത്. ഇവരുടെ സംഘടനയല്ല. ഞാൻ പറഞ്ഞല്ലോ. ഓക്കെ, അങ്ങേക്ക് വ്യക്തമായി എന്റെ ചോദ്യം പൂർത്തീകരിക്കുന്നതിന് താങ്കൾ ഇടപെടല്ലേ? ഞാൻ പറഞ്ഞല്ലോ, ജമ്മു കാശ്മീർ ജമാഅത്തെ ഇസ്ലാമി എന്ന് പറഞ്ഞിട്ട് തന്നെയല്ലേ ഞാൻ തുടങ്ങിയത്, അല്ലാതെ ജമാഅത്തെ ഇസ്ലാമി എന്ന് മാത്രമല്ലല്ലോ പറഞ്ഞത്. ആ ജമ്മു കാശ്മീർ ജമാഅത്തെ ഇസ്ലാമി വേറെ സംഘടനയാണെങ്കിലും ഈ ജമാഅത്തെ ഇസ്ലാമി എന്തുകൊണ്ട് ഒരു നിലപാട് അവിടെ CPMന്റെ MLA ഇനി വരാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള യോജിച്ച നിലപാടെടുക്കുന്ന എല്ലാവരും ഒത്തുചേരുന്ന ഒരു സാഹചര്യം ജമ്മു കാശ്മീരിൽ വരെ ഉണ്ടെന്നാണ് ഞാൻ സൂചിപ്പിച്ചത്. സംഘടന വേറെ ആളുണ്ടെങ്കിലും ഈ പറഞ്ഞിട്ടില്ല. ചെയ്യാൻ വേണ്ടിയിട്ടുള്ള നടപടി തന്നെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ CPMകാരുടെ മാനസികാവസ്ഥ വളരെ വിചിത്രമായിട്ടാണ് എനിക്ക് അനുഭവപ്പെടുന്നത്. CPMനെതിരെ ആരെങ്കിലും ഒക്കെ മത്സരിച്ചാൽ ഇതൊരു മനുഷ്യരെ കാണാറുണ്ട്. ഞങ്ങളെ പ്രേതവിശ്വാസമൊക്കെ ഉണ്ടല്ലോ, ഇതൊക്കെ ഞങ്ങളെ ഇല്ല. അല്ല അരുൺകുമാർ, തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തില് ആളുകൾ മത്സരിക്കും. ജയിക്കാനുള്ള സീറ്റാണ്, ഞങ്ങൾക്ക് അവിടെ ജയിക്കാൻ പറ്റില്ല, നിങ്ങൾ ആരുടെ മത്സരിക്കണമെന്ന് പറഞ്ഞാൽ ഇത് അവിടെ ജമ്മു കാശ്മീർ ജമാഅത്തെ ഇസ്ലാമി എന്ന് പറയുന്ന ഇന്ത്യൻ ജമാഅത്തെ ഇസ്ലാമി തെരഞ്ഞെടുപ്പിൽ പങ്കെടുക്കാത്ത കാലത്ത് ഞങ്ങൾ എന്തായാലും ഈ മഴവിൽ സഖ്യത്തിൽ അണിചേർന്നിട്ടുള്ളവരുടെ എണ്ണം വർദ്ധിക്കുകയാണ് എന്നുള്ളതാണ് CPM യഥാർത്ഥത്തിൽ ആശങ്കപ്പെടുത്തുന്നത്. കാരണം CPM ഡെസിഗ്നേറ്റ് ചെയ്യുന്ന, CPM ചൂണ്ടിക്കാട്ടുന്ന ആളുകൾ മാത്രമല്ല ഈ മഴവിൽ സഖ്യത്തിലുള്ളത്, സർക്കാരിനെ വിമർശിക്കുന്നത്, പാർട്ടിയെ വിമർശിക്കുന്നത് എന്നുള്ളതാണ് ഈ ഘട്ടത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. വളരെ നന്ദി ശ്രീ T. മുഹമ്മദ് വളം, ശ്രീ K. ശബരിനാഥൻ, അഡ്വക്കേറ്റ് അരുൺകുമാർ ഇത്രയും സംസാരിച്ചു.